This call is now being recorded. This call is now taking notes. Good morning. Good morning. Good morning. Good morning. Good morning. Good Good morning. morning. Good morning. Morning. ഇവിടെ ചിരിച്ചു വരാതിരിക്കണ്ടല്ലോ സംഗീതം. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. മൈസെൽഫ് ജിഷ. എന്റെ പേര് ജിഷ എന്നാണ്. നോർത്ത് പറവൂരാണ് വീട്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ആഗ്രഹിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഓക്കെ ഫൈൻ. വൺസ് അഗെയിൻ എ വെരി വാം ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എല്ലായിടത്തും നല്ല മഴയാണല്ലേ? ഓക്കെ ഫൈൻ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കുറച്ചു പേർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ. പക്ഷെ കുറെ പേർക്ക് വീട്ടിലിരിക്കുന്നത് നമ്മളെ ബുദ്ധിമുട്ടിലാക്കും. വീടിനകത്തും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ. നമ്മളുടെ അടുത്ത് എത്തുന്നവരെ നമ്മളുടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ നിങ്ങള് കുറെ പേര് മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ ഉണ്ടാകും. വർക്ക് ചെയ്യുന്ന ടീച്ചർമാരുണ്ടാകും അല്ലെ? വേറെ പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരുണ്ടാകും. ടീച്ചിങ് ഒരു പാഷൻ, അല്ലെങ്കിൽ സ്കൂള് തുടങ്ങണം, ആദ്യമായിട്ടൊരു സ്കൂള്, എനിക്ക് പുതിയതായ ഒരു സ്കൂള് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ഡേ കെയർ തുടങ്ങണം, ഒരു പ്ലേ സ്കൂൾ തുടങ്ങണം, ഒരു പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം, അതല്ല സ്കൂള് തുടങ്ങണം, യൂണിവേഴ്സിറ്റി തുടങ്ങണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു വരുന്നവരുണ്ടാകും ഈ കൂട്ടത്തിൽ അല്ലെ? ഓക്കെ, ആദ്യം എന്താ ഈ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? ഒരാൾ സംസാരിക്കുമ്പോൾ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യുക. കാരണം നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവില്ല. മോണ്ടിസോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറയട്ടെ. പ്ലീസ്, ഞാൻ മ്യൂട്ട് ചെയ്യാം, പറഞ്ഞോളൂ. ലിനിയായിരുന്നോ? രണ്ട് പേരുടെ ശബ്ദം കേട്ടിരുന്നു. ലിനിയായിരുന്നോ പറയാൻ വന്നത്? ലേൺ വിത്ത് പ്ലേ. യെസ്. ഒറ്റ സെന്റൻസിൽ എനിക്ക് തോന്നുന്നു ഇവിടെ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും കാര്യം മനസ്സിലായി. നമ്മളൊരു സിലബസോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ വടിയോ എടുത്തു വെച്ചിട്ടുള്ള ഒരു പഠന രീതിയല്ല മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ലേൺ വിത്ത് പ്ലേ, വർക്ക് ടു പ്ലേ, ആക്ടിവിറ്റി ഓറിയന്റഡ്, റിയാലിറ്റി ഓറിയന്റഡ്, ഇതൊക്കെയാണ് മോണ്ടിസോറി മെത്തേഡ്. നമുക്കറിയാം, നമ്മള് കുഞ്ഞായിരുന്നപ്പോ നമ്മള് കളിക്കുമായിരുന്നു. ടീച്ചറും കുട്ടിയും കളിക്കും, കട കളിക്കും അല്ലെ, ഫുഡ് ഉണ്ടാക്കി കളിക്കും. എന്തുകൊണ്ടാണ്? നമ്മളുടെ ചുറ്റും കാണുന്നത് നമ്മൾ ഇതൊക്കെയാണ്. അപ്പൊ നമ്മളെപ്പോഴും നേച്ചറുമായിട്ട് അല്ലെങ്കിൽ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തായിരുന്നു നമ്മളുടെ ഡെവലപ്മെന്റ്. ടീച്ചറും കുട്ടി അത് കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഇപ്പോഴും നമ്മുടെ മക്കള് കളിക്കുന്ന കാണാം. പക്ഷെ അവരിൽ നിന്ന് അതൊക്കെ കുറെയൊക്കെ പോയി. അവരൊരു ഡിജിറ്റൽ വേൾഡിലായതുകൊണ്ട് അല്ലെ, അവരെ ഡിജിറ്റൽ വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ തന്നെയാണ്, അല്ലാതെ പറയാൻ പറ്റില്ല. ജനിച്ചു വരുന്ന കുട്ടിക്ക് ഡിജിറ്റൽ വേൾഡിനെ കുറിച്ചോ മൊബൈലിനെ കുറിച്ചോ AI കുറിച്ചോ ഒന്നും അറിയില്ല. ബട്ട് അവരെ അങ്ങോട്ട് നമ്മൾ പുഷ് ചെയ്ത് കൊണ്ടുപോയി, നമ്മുടെ ചില കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി. അത് നമുക്ക് മാറ്റം വരുത്തുക, അതാണ് നമ്മളുടെ ഒരു ജോലി. ഈ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ ആ വേർഡ് അത് എന്താണ്? എന്തെങ്കിലും ആണോ? ആരെങ്കിലും ആണോ? അറിയാമോ? നമ്മുടെ മെത്തേഡിന്റെ ഫൗണ്ടർ ആണ് ഡോക്ടർ മറിയ മോണ്ടിസോറി. അവർ ഇറ്റലിക്കാരിയായിരുന്നു. അവർ ആദ്യം ഒരു ടെക്നിക്കൽ സൈഡിലായിരുന്നു പഠിച്ചിരുന്നത്. എഞ്ചിനീയറിംഗ് പോലെ ഒരു ടെക്നിക്കൽ സൈഡിലായിരുന്നു. പക്ഷെ അവർക്ക് അതിനോട് അത്ര താല്പര്യം തോന്നിയില്ല. പിന്നെ അവരുടെ കാലഘട്ടത്തിൽ, യൂറോപ്യൻ കൺട്രി ആയിരുന്നിട്ട് കൂടിയും അവരുടെ കാലഘട്ടത്തിൽ ലേഡീസ് പഠിക്കാൻ പോകുന്നത് വളരെ റെയർ ആയിരുന്നു, ഇല്ലായിരുന്നു തന്നെ പറയാം. പക്ഷേ മറിയ മോണ്ടിസോറിക്ക് അവരുടെ പാരന്റ്സിൽ നിന്നും വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ. അങ്ങനെ മറിയ മോണ്ടിസോറിയുടെ പാരന്റ്സ് ആണ് അവരെ പഠിപ്പിക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്തത്. അവര് പിന്നെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് മെഡിക്കൽ ഫീൽഡിലേക്ക് പോയി. ഇത് നമ്മളുടെ ഇപ്പോഴത്തെ MBBS ഡോക്ടർ ആവാനായിട്ട് അവർ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അവർ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഗ്രൂപ്പിൽ അവരുടെ ബാച്ചിൽ അവരൊരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം ആൺകുട്ടികളായിരുന്നു. അപ്പൊ അവര് നോട്ടൊക്കെ തരുമോ, നോട്ടൊക്കെ വേണോന്ന് ക്ലാസ് ലാസ്റ്റ് ആവുമ്പോഴേക്കും അമൃത തന്നെ ഒന്ന് ആലോചിക്കും, ഇതിന് നോട്ട് വേണോ?
ഇത് എനിക്ക് പറ്റാവുന്ന കാര്യമാണല്ലോ, ഐ ഹാവ് ദ പൊട്ടൻഷ്യൽ, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, പിന്നെ ഞാൻ എന്തിനാ എല്ലാവരും തരുന്ന നോട്ട് എടുക്കണേന്ന് അമൃത തന്നെ ചിന്തിക്കും. ഓക്കെ, നമുക്ക് അക്കാര്യം ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിക്ക് നിങ്ങളുടെ കൺസേൺ മനസ്സിലായി. നമ്മളൊരു കോഴ്സിൽ ചേരുമ്പോൾ നമുക്ക് പരീക്ഷ, നോട്ട്സ്, അതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അറ്റൻഡൻസ്, പരീക്ഷ, നോട്ട്സ്, അസൈൻമെന്റ്, വർക്കുകൾ, പ്രോജക്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ തലയിൽ വരും. അതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം കുറച്ചു നേരം സംസാരിക്കാം. ഈ മറിയ മോണ്ടിസോറിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ട് വന്നത്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ 19th സെഞ്ച്വറിയിലാണ് അവർ ഇതുപോലെ പഠിക്കുന്നതും. അവർക്ക് ഒരു ഡോക്ടറിന് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ MBBS ചേരുവാണ്. അപ്പൊ ടീനേജ് ആയിരുന്ന, അതായത് ഏജ് വളരെ കുറവ്, മെച്യൂരിറ്റി ആയി വരുന്നേ ഉള്ളൂ, ആ മറിയ മോണ്ടിസോറിക്ക് വളരെയധികം ചലഞ്ചസ് നേരിടേണ്ടി വന്നു പഠിക്കുന്ന കാലഘട്ടത്തിൽ. കാരണം കൂടെയുള്ളത് മുഴുവനും ബോയ്സ് ആണ്. അപ്പൊ MBBS സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, അനാട്ടമി ലാബില് നേക്കഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അവർക്ക് പഠിക്കണം ഹ്യൂമൻ ബോഡിനെ കുറിച്ച്, ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ചും എക്സ്റ്റേണൽ ഓർഗൻസിനെ കുറിച്ചും അവർക്ക് പഠിക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോ പല ചലഞ്ചസും നേരിട്ടെങ്കിലും മറിയ ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു. മറിയക്ക് താല്പര്യമുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഈ ഒരു ചൈൽഡ് ഡെവലപ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങൾ. കോഴ്സ് കഴിഞ്ഞിട്ട് മറിയ സ്പെഷ്യലൈസ് ചെയ്തത് കുട്ടികളുടെ കാര്യങ്ങളിലായിരുന്നു, ചൈൽഡ് ഡെവലപ്മെന്റിലായിരുന്നു മറിയ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ആ ഒരു മറിയ മോണ്ടിസോറിയുടെ ടൈമിലാണ് 2 ലോകമഹായുദ്ധങ്ങൾ, വേൾഡ് വാർ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു തൊട്ടടുത്തുള്ള 2 വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അല്ലെ. അതൊരു മണിക്കൂറുകളായിരിക്കും നീണ്ടു നിൽക്കുന്നത്. ലോകമഹായുദ്ധങ്ങൾ എന്തായിരുന്നു, വർഷങ്ങളോളം നീണ്ടു നിന്നു. ഒരു വാറ് നടക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ സംഭവിക്കില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. സാമ്പത്തിക ഘടന അത് വല്ലാതെ അങ്ങ് താന്നു പോകും, ജോലികൾ നഷ്ടപ്പെടും, ആളുകളെ നഷ്ടപ്പെടുന്നു. ആളുകൾക്ക്, അതായത് വാറിലുള്ള യങ്സ്റ്റേഴ്സ് അല്ലേ കൂടുതലും, വയസ്സായവരൊന്നും യുദ്ധത്തിന് പോകില്ലല്ലോ. നല്ല ആരോഗ്യമുള്ള ആൾക്കാരെയാണ് യുദ്ധത്തിന് ഗവൺമെന്റ് വിളിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സിനെല്ലാം അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു. കുറെ പേര് മരിച്ചുപോയി, കുറെ പേര് ഹാൻഡിക്യാപ്റ്റായി, കുറെ കുഞ്ഞുങ്ങൾ അനാഥരായി, അച്ഛൻ നഷ്ടപ്പെട്ടു, ഫാമിലി നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. അപ്പൊ മറിയ മോണ്ടിസോറി ഇങ്ങനെ ദയനീയമായ കാഴ്ചകൾ കാണുവാണ്. അപ്പൊ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി, നമ്മൾ പറയും, നമ്മുടെ വീട്ടിലെ പ്രായമായുള്ളവരുണ്ടെങ്കിലും പറയും, നമ്മൾക്കും അറിയാം കതിരിന്മേൽ ചെന്ന് വളം വെച്ചിട്ട് കാര്യമില്ല. അതായത് പ്രായമായ ആൾക്കാരെ നന്നാക്കാൻ പറ്റില്ല എന്ന് മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി. അപ്പൊ മോണ്ടിസോറിക്ക് മനസ്സിലായി, കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ പ്രാരംഭ കാലഘട്ടം തുടങ്ങി തന്നെ നമ്മൾ അവരെ ശ്രദ്ധിച്ചാൽ അവരൊരിക്കലും ലോകം നശിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകില്ല. യുദ്ധം മാത്രമല്ല, പല പല പ്രശ്നങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. ഡ്രഗ്സിന്റെ പ്രശ്നം അല്ലെ, ഭയങ്കര സബ്സ്റ്റൻസ് അബ്യൂസിന്റെ പ്രശ്നം, കുട്ടികൾ തമ്മിൽ ഉപദ്രവിക്കുക, മെച്യൂരിറ്റി ഇല്ലാത്ത പ്രായത്തില് പ്രണയത്തിൽപ്പെടുന്നത് ഒരു നല്ല കാര്യം തന്നെയാ, മോശം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവിടെ മെച്യൂരിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് ആസിഡ് അറ്റാക്കും, കത്തിക്കുത്തും, പെട്രോൾ ഒഴിച്ച് കത്തിക്കലും നടക്കും. അങ്ങനെയുള്ള ഒരു സൊസൈറ്റി അല്ല മറിയ മോണ്ടിസോറിയുടെ ആ ഒരു സ്ഥലം മാത്രമല്ല നോക്കിയത്, ഓൾ യൂണിവേഴ്സില് ഹാപ്പി ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. പീസ് ആൻഡ് ഹാർമണി, അതായിരുന്നു അവരുടെ എയിം. അതായത് ലോകത്ത് സമാധാനവും, ഹാർമണി എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസിന്റെ പീക്ക്, സമാധാനവും സന്തോഷവും ഉണ്ടാകണം. നമ്മുടെ എല്ലാ റിലീജിയനും ഫോക്കസ് ചെയ്യുന്ന അതിലാണല്ലേ, പീസ്, ഹാർമണി, ബ്രദർഹുഡ് അല്ലെ. നമ്മുടെ എല്ലാ മതങ്ങളും ഫോക്കസ് ചെയ്യുന്ന അതാണ്. പിന്നെന്ന് വെച്ചാൽ ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതങ്ങളെ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നു. നമുക്ക് ആ സൈഡിലേക്ക് ശ്രദ്ധിക്കേണ്ട. നമ്മൾക്കും വേണ്ടത് നമ്മളുടെ പ്രപഞ്ചം മുഴുവൻ, നമ്മുടെ യൂണിവേഴ്സ് മുഴുവനും പീസ് ആൻഡ് ഹാർമണി, ബ്രദർഹുഡ്, സാഹോദര്യം. എല്ലാം എന്റെ സഹോദരനാണ്, എല്ലാരോടും ഞാൻ സ്നേഹത്തോടെ പെരുമാറണം, എല്ലാരോടും ഞാൻ എമ്പതി കാണിക്കണം. അതായത് അവരെന്താണോ ആ രീതിയിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയണം. ഞാൻ ഇവിടെ ഒരാളല്ല മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനും അവരെ കുറ്റം പറയാനൊന്നും ഞാനൊരാളല്ല. ഞാൻ എന്തെങ്കിലും ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ പ്രവർത്തികളെ ആയിരിക്കണം, എന്നെ ആയിരിക്കണം. ആ ഒരു രീതിയിൽ വേണം മുന്നോട്ട് പോകും. സെൽഫ് ഹെൽപ്പ്, സെൽഫ് ലവ്, അതൊക്കെ നമ്മളോടുള്ള കേട്ടോ. സെൽഫ് ലവ്, സെൽഫ് ഹെൽപ്പ്, സെൽഫ് അനാലിസിസ്. നമ്മളെ സ്നേഹിക്കുന്നതിനൊപ്പം തന്നെ നമ്മളെ അനലൈസ് ചെയ്യാം. ഞാൻ ഇനി എന്തെങ്കിലും മാറേണ്ടതുണ്ടോ, ഞാൻ ഇനി കുറച്ചുകൂടെ മെച്ചമാകേണ്ടതുണ്ടോ. നമ്മൾ അങ്ങനെയല്ലേ, ഒരു ഒരു ഡിഷ് കുക്ക് ചെയ്യുമ്പോൾ നമ്മള് ടേസ്റ്റ് നോക്കും, യെസ് ഇതിൽ എന്തോ ഒരു കുറവുണ്ട്, സോ അത് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കും അല്ലെ. ഒരു ഡിഷ് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ
സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നിട്ടൊക്കെ നോക്കും, എവിടെയെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ. പക്ഷെ എപ്പോഴെങ്കിലും നമ്മളെ കറക്റ്റ് ചെയ്യാനുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് നമ്മളാവുന്നത്. അതേസമയം നമ്മൾ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. അപ്പോ നമ്മൾ സെൽഫ് ലവ്, സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസിസ്, ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് എന്നോട് തന്നെ പറയാനുള്ള ധൈര്യം എനിക്ക് വരണം. സെൽഫ് ജഡ്ജ്മെന്റൽ ആയിരിക്കണം. ഞാൻ എന്നെ ജഡ്ജ് ചെയ്യണം. ഞാൻ ഇന്ന് ക്ലാസ്സിൽ വന്നപ്പോൾ കുറച്ചുകൂടെ നന്നായി വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നണം. ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്, ഞാൻ ഇനിയും വളരേണ്ടതുണ്ട്, ഞാൻ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിന്ന് എനിക്ക് ഫീൽ ചെയ്യാത്തിടത്തോളം കാലം ഞാൻ അപ്ഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കണം. എനിക്ക് കൂടുതൽ നിങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റണം, നിങ്ങൾക്ക് കൂടുതൽ എനിക്ക് തരാൻ പറ്റണം, നിങ്ങൾക്ക് എനിക്ക് കുറെ കാര്യങ്ങൾ തരാനായിട്ട് പറ്റണം. അങ്ങനെയാണ് നമ്മളുടെ ക്ലാസ് പോകുന്നത്. ഓക്കെ, നമ്മളൊരു ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ക്ലാസ് പോകുന്നത്, അല്ലാതെ റേഡിയോ പോലെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കേൾക്കുന്നു എന്നല്ല. പക്ഷെ ഇപ്പൊ ഇന്നൊരു ഓറിയന്റേഷൻ സെഷൻ ആയതുകൊണ്ട് ഇതെന്താന്ന് ഞാൻ പറയും, പിന്നെ നമുക്ക് തമ്മിലൊന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, വഴിയെ നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം. അപ്പോ മറിയ മോണ്ടിസോറി അങ്ങനെ ചിന്തിച്ചു. കൊച്ചു കുട്ടികളിൽ നിന്ന് തുടങ്ങിയാൽ അവർ നിഷ്കളങ്കരാണല്ലോ, അല്ലെ? കൊച്ചു കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ്, അവരിൽ നിന്ന് തുടങ്ങണം. അപ്പൊ അവരിൽ എന്താ, അപ്പൊ മോണ്ടിസോറി അവരെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. മറിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. മോണ്ടിസോറിക്ക് മനസ്സിലായി 3 വയസ്സ് വരെയും കുഞ്ഞുങ്ങൾക്ക് അൺകോൺഷ്യസ് മൈൻഡ് ആണ്, അവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും 3 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? 3 വയസ്സിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഇല്ല. അത് ഭയങ്കര ഓർമ്മയുള്ളത് അത്രയും ഐക്യു ഉള്ളവരായിരിക്കണം. എന്റെ ഹസ്ബൻഡിന് 2.25 വയസ്സിലുള്ള കാര്യം ഓർമ്മയുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോ ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കും. എനിക്ക് 3 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മ. പക്ഷെ 3 വയസ്സിന് ശേഷം ഉണ്ടായ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും. ചിലതെങ്കിലും നമുക്ക് ഭയങ്കര ഓർമ്മയായിരിക്കും. നമ്മുടെ അപ്പൂപ്പന്റെ കൂടെ നമ്മള് സമയവും അമ്മൂമ്മയുടെ കൂടെ ഉണ്ടായിരുന്നതും നമ്മളുടെ കസിൻസിന്റെ കൂടെ ഉണ്ടായിരുന്നതും, അന്ന് അമ്മ ഇങ്ങനെ തന്നു, അന്ന് അമ്മ ഇങ്ങനെ ചെയ്തു, അന്ന് അച്ഛൻ ഇങ്ങനെയായി ചെയ്തു, അന്ന് എനിക്ക് ഇങ്ങനെ ഒരു കമ്മലുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു മാല എനിക്ക് വാങ്ങിച്ചു തന്നു, എന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ തന്നു. കുറെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ. സ്കൂളിൽ പോയപ്പോ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഡേ എന്റെ ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്റെ ടീച്ചർ, ചെറിയ ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും. നമ്മുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഡിഗ്രിയിലെ ടീച്ചറൊന്നും പെട്ടെന്ന് ഓർമ്മ വരില്ല, പക്ഷെ നമ്മുടെ നഴ്സറിയിലെ ടീച്ചറെയൊക്കെ നല്ല ഓർമ്മയുണ്ടാവും നമുക്ക്, അല്ലെ? ആ ടീച്ചറായിരിക്കും മേ ബി ഒരു ഇൻസ്പിറേഷൻ. നമുക്കും ഒരു നഴ്സറി ടീച്ചർ ആകാം, അല്ലെങ്കിൽ ഒരു പ്രീ സ്കൂൾ ടീച്ചർ ആകാനുള്ള ഒരു ഇൻസ്പിറേഷൻ. ഇപ്പോഴും ആ ടീച്ചർ ഉണ്ടാവും, നമ്മൾ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ലേറ്റസ്റ്റ് കഴിഞ്ഞ ഏതെങ്കിലും കോഴ്സിന്റെ ടീച്ചറെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാട്സാപ്പിൽ ഒരു ഹായ് അയക്കും, ഒരു ഗുഡ് മോർണിംഗ് അയക്കുമായിരിക്കും, അതായിരിക്കും. സോ അതാണ് നമ്മളുടെ ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുമായിട്ട് സെൻസിറ്റീവ് ആണ്, നമ്മൾ റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്, നമുക്ക് എല്ലാം റിയൽ തിങ്സ് ആണെന്ന് മനസ്സിലാവുന്നു. 3 വയസ്സ് വരെയും കുഞ്ഞിനെ പറ്റിക്കും, അമ്പിളിമാമനെ വാങ്ങിച്ചു തരാം, പിടിച്ചോണ്ട് തരാം, ഭയങ്കരമായിട്ട് വിശ്വസിക്കും, ഇപ്പൊ കിട്ടും. പക്ഷെ 3 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് നോട്ട് റിയൽ എന്നുള്ളത്. അപ്പൊ 3 വയസ്സ് കഴിയുമ്പോൾ കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തുടങ്ങുകയാണ്. ശരീരത്തിന്റെ വളർച്ചയും മനസ്സിന്റെ വികാസവും കൂടുതലായിട്ട് തുടങ്ങുന്ന സമയമാണ്. മോണ്ടിസോറി വിചാരിച്ചു ആ ഒരു ടൈമില് കുട്ടിയുടെ എല്ലാ സെൻസസും യൂസ് ചെയ്യാണ്. നമുക്ക് എത്ര സെൻസ് ഉണ്ട്? എത്ര സെൻസ് ഉണ്ട്? 6 sense. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ 5 6 കണ്ടു. നമുക്ക് ഏതാന്നറിയാൻ ഒരു ആഗ്രഹം. 5 senses. 5. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, സ്മെൽ ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ഈ 5 സെൻസ് കോഴ്സ് എന്നല്ല, മോണ്ടിസോറി മെത്തേഡ് ഈ 5 സെൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. കൊച്ചു കുട്ടികൾ നിങ്ങൾ കാണിക്കുന്നതാണ്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം നിലത്തിട്ട് കുത്തും, കുറെ നേരം എറിഞ്ഞു നോക്കും, മാന്തി നോക്കും, പിച്ചി നോക്കും, പിന്നെ കടിച്ചു നോക്കും, അല്ലെ? അവരവരുടെ എല്ലാ സെൻസും യൂസ് ചെയ്യണതാണ്. ഓക്കെ, ഇനി കുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും, ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കുട്ടികൾ അവരുടെ സെൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലേ ചിലപ്പോൾ പറയുന്നത് മിണ്ടാതിരുന്നോ, കംപ്ലീറ്റ് പിടിച്ചെടുത്തോളും. അതായത് അച്ഛനും അമ്മയും കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് എന്ത് ആകാം, എന്ത് പാടില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് പിടിച്ചെടുത്ത് അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതേസമയം അവരുടെ മുന്നിൽ സ്നേഹം കാണിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്കും ആ സ്നേഹമായിരിക്കും. ഒരു റിഫ്ലക്ഷൻ പോലെ, അല്ലെ? ഒരു കണ്ണാടി പോലെ. നമ്മള് സ്നേഹമാണ് കാണിക്കുന്നെങ്കിൽ സ്നേഹമായിരിക്കും അവർ കാണുന്നത്. നമ്മള് പരസ്പരം വഴക്കുണ്ടാക്കുന്നു, ഷൗട്ട് ചെയ്യുന്ന കാണുമ്പോൾ അവരും അതുപോലെ ചെയ്യണം. അവർക്ക് അത് കിട്ടുക.
അതുകൊണ്ട് കുട്ടികളുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ 5 സെൻസസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മോണ്ടിസോറി ഇങ്ങനെ കുറെ അനലൈസ് ചെയ്തു. ആ ഒരു ടൈമിൽ മോണ്ടിസോറി കുറെ ആളുകള് ഈ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് കുറെ അവരുടെ ഒബ്സർവേഷൻസ് ഒക്കെ എഴുതി. കുറെ സൈക്കോ അനാലിസ്റ്റുകൾ നമ്മളതൊക്കെ പഠിക്കും. ആ കുറെ ഒബ്സർവേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം മറിയാം മോണ്ടിസോറിയെ സഹായിച്ചു ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ. മറിയാം മോണ്ടിസോറി ആദ്യമായിട്ട് ഈ മെത്തേഡ് അപ്ലൈ ചെയ്തത് സ്പെഷ്യൽ കുട്ടികളിലാണ്. സ്പെഷ്യൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, കുറച്ച് അവരുടെ നോർമൽ ആയിട്ടുള്ള കുട്ടികളെക്കാളും ചില കാര്യങ്ങളിൽ അവർ കുറച്ച് വീക്ക് ആയിരിക്കും. അത് പല രീതിയിലുള്ള വീക്ക്നെസ് ഉണ്ടാവും. ചിലർക്ക് ഫിസിക്കലി ആയിരിക്കും, ചിലർക്ക് ബുദ്ധിപരമായിട്ടായിരിക്കും അല്ലെ, ചിലർക്ക് ചിലപ്പോ കേൾവി കുറവായിരിക്കും, ചിലപ്പോൾ കാഴ്ചക്ക് പ്രശ്നം ഉണ്ടാകും. അങ്ങനെ പല പല ഡിഫോർമേഷൻസ്, കുറവുകൾ വന്നിട്ടുള്ള സ്പെഷ്യൽ കുട്ടികൾ അവര് ബ്ലെസ്ഡ് ആണെന്ന് പറയാം. അതായത് ഗോഡ് അവരെ അങ്ങനെ ചെയ്തത് അവരുടെ ചില കാര്യങ്ങള് കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. ഇപ്പൊ കണ്ണ് കാണാത്ത ഒരു കുട്ടി, അവന് കേൾവി നല്ല കൂടുതലായിരിക്കും, ഷാർപ്പായിരിക്കും. കണ്ണ് കാണാത്ത കുട്ടി ചിലപ്പോ നല്ല പോലെ പാട്ട് പാടുന്നത് നമുക്ക് കേൾക്കാം. ഒരു കൈ ഇല്ലാത്ത കുട്ടി അല്ലെങ്കിൽ വിരലുകൾ ഇല്ലാത്ത കുട്ടി കാലുകൊണ്ട് പടം വരയ്ക്കുന്നു. ഇതൊക്കെ നമുക്ക് റിയൽ ആയിട്ട് അറിയാവുന്ന കുറെ സ്റ്റോറീസ് ആണല്ലേ. അപ്പൊ അവരുടെ വേറെ കഴിവുകളെ കൂടുതലാക്കാൻ വേണ്ടി ദൈവം അവരെ ബ്ലെസ് ചെയ്തിരിക്കുന്നതാണെന്ന് നമുക്ക് പറയാം. കാരണം അവരുടെ കുറഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് കൂട്ടാൻ പറ്റില്ല, പക്ഷെ അവരുടെ ചില പൊട്ടൻഷ്യലുകൾ വളരെ കൂടുതലായിരിക്കും. ഈ സ്പെഷ്യൽ കുട്ടികളുടെ ഈ മെത്തേഡ് അപ്ലൈ ചെയ്തപ്പോൾ അതായത് ഏകദേശം ഒരു 63 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അറൌണ്ട് ഒരു 60 to 70 കുട്ടികൾ. നല്ല റിസൾട്ട് ആയിരുന്നു. മോണ്ടിസോറി ഇങ്ങനെ വിചാരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ സാധാരണ കുട്ടികളിലാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് കുറച്ചുകൂടെ വരുമല്ലോ, പിന്നെ ഡിഫോമിറ്റീസ് ഒന്നും ഇല്ലാത്ത കുട്ടികളിൽ കുറച്ചുകൂടെ റിസൾട്ട് വരുമല്ലോ എന്ന് മറിയാം മോണ്ടിസോറി വിചാരിച്ചിരുന്ന സമയത്താണ് മോണ്ടിസോറി ഈ സ്പെഷ്യൽ കുട്ടികളിൽ ഇത് ചെയ്തതറിഞ്ഞ് ലോക്കൽ അതോറിറ്റീസ് അവിടുത്തെ ഒരു സ്ലം ഏരിയ, ചേരി പ്രദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം അവിടുത്തെ ഒരു കൾച്ചർ അല്ലെ, അവിടെ ആളുകള് ഫിനാൻഷ്യലി ഭയങ്കര വീക്ക് ആയിരിക്കും. അപ്പൊ കുട്ടികളുടെ പാരന്റ്സ് രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ലേബർ വർക്കുകളുമായിട്ട് രാവിലെ ഇറങ്ങും. അവർ വൈകിട്ട് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അവരുടെ അന്നത്തേക്കുള്ളത് ഉണ്ടാക്കാനായിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ടാവും, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നോക്കാൻ അപ്പൊ പാരന്റ്സ് ഇല്ലല്ലോ. ഈ കുഞ്ഞുങ്ങള് ഈ ചേരിയിലൂടെ നടന്ന് അവരാകെ മൊത്തം അവരുടെ രീതികളൊക്കെ അങ്ങ് വല്ലാതായിട്ടുണ്ടാവും. ഭയങ്കര വയലൻസ്, അജിറ്റേറ്റിംഗ് ക്യാരക്ടർ, എപ്പോഴും തമ്മിൽ തന്നെ എന്ത് കിട്ടിയാലും നശിപ്പിക്കുക. പിന്നെ അവർക്ക് ഹൈജീൻ ഇല്ല, പേഴ്സണൽ ഹൈജീൻ ഇല്ല, ശരിയായ രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നില്ല. ഇങ്ങനെ വന്നപ്പോ ലോക്കൽ അതോറിറ്റീസ് മറിയാം മോണ്ടിസോറി അപ്രോച്ച് ചെയ്യാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് മോണ്ടിസോറി നമ്മുടെ സ്പെഷ്യൽ കുട്ടികളിൽ ഇത് ചെയ്ത് നല്ല റിസൾട്ടുമായിട്ടിരിക്കുന്ന സമയമായിരുന്നു. വേൾഡ് വാർ കണ്ടതിന്റെ വിഷമത്തില് അവരിനി എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുമ്പോഴായിരുന്നു. അങ്ങനെ മറിയാം മോണ്ടിസോറി അവർക്ക് വേണ്ടിയിട്ട് ഇറ്റലിയിലെ ആ ഒരു ചേരി പ്രദേശത്ത് സാൻ ലൊറൻസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മോണ്ടിസോറി സ്കൂള് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറിയാം മോണ്ടിസോറിക്ക് സ്കൂളിനോ ക്ലാസ് റൂമിനോ പറയാൻ ഇഷ്ടമല്ല. കാരണം അങ്ങനെ രീതിയിലുള്ള ഒരു പഠിപ്പിക്കലല്ല മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. മറിയാം മോണ്ടിസോറി അതിനെ പേരിട്ട് വിളിച്ചത് കാസ ഡെ ബാംബിനി എന്നായിരുന്നു. കാസ ഡെ ബാംബിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ വേർഡാണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ചിൽഡ്രൻസ് ഹൗസ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടേതായിട്ടുള്ള ഒരു ലോകം, ഒരു വീട് അവരങ്ങ് ക്രിയേറ്റ് ചെയ്തു. അവിടെ എല്ലാം കുട്ടികൾക്ക് പറ്റുന്നതായിരുന്നു. അവിടുത്തെ ഫർണിച്ചർ, ഷെൽഫ് എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആയിരുന്നു. അവിടെ അടച്ചു കൂട്ടിയ ക്ലാസ് റൂമുകളില്ല, എല്ലാം ഓപ്പൺ ആയിരുന്നു. കുട്ടികൾക്ക് പുറത്തേക്ക് പോകണോ, ആ വരാന്തകൾ നിറയെ ഉണ്ടായിരുന്നു. പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന വരാന്ത ഉണ്ടായിരുന്നു. വെള്ളത്തിൽ കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, മണ്ണിൽ കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, പെറ്റ്സ് ഉണ്ടായിരുന്നു, കിച്ചൺ ഉണ്ടായിരുന്നു, നമുക്ക് കുക്ക് ചെയ്യണോ അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടാക്കണോ അതിന് പറ്റിയ സ്ഥലം, അങ്ങനെ എല്ലാ ഏരിയയും ഉണ്ടായിരുന്നു. അങ്ങനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ഡെവലപ്മെന്റിന് പറ്റുന്ന രീതിയിലുള്ള 5 ഏരിയയും അതിൽ പലതരം മെറ്റീരിയൽസ്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇങ്ങനെയുള്ള ക്ലാസ് റൂം ഇല്ല, ബോർഡ് ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നത്? ഈ 5 ഏരിയയിലെ ഒരു ഏരിയ ആണ് നമ്മുടെ വീട്ടിലുള്ള ഒരു ഏരിയ. നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്ന ഏരിയ ഏതാ? ശരിയാ പറഞ്ഞു, കിച്ചൺ അല്ലെ? നമ്മുടെ കുട്ടികൾക്കും അതുപോലൊരു പ്രാക്ടിക്കൽ ഏരിയ ഉണ്ട്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിക്കാം. നമ്മള് ജഗ്ഗിന്ന് കുട്ടി വെള്ളം എടുക്കാൻ പോകുമ്പോഴേക്കും അവിടെ നീ എടുത്താൽ ശരിയാവില്ല, മുഴുവൻ താഴെ ഒഴിക്കും, എല്ലാം അവനെ തടയുവാണ് അല്ലെ, അല്ലെങ്കിൽ അവളെ ഇറ്റ് ഈസ്
ഞാൻ പറയപ്പോ അവൻ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. എല്ലാം അങ്ങ് തടയുക. ജഗീന്ന് വെള്ളം എടുക്കണ്ട, ഞാൻ എടുത്തരാം, നീ എടുത്ത് അവിടെ മുഴുവൻ വീഴും. കുഞ്ഞാകെ കിട്ടി ഫീലിംഗ് ആയി, ഓ ഞാൻ ചെയ്ത ഒന്നും ശരിയാവില്ല, ഐ എം നോട്ട് ഗുഡ് എന്നുള്ള രീതിയിൽ ഒരു ഫീല് വരും. അതേസമയം നമ്മൾ അവനൊരു ഫണല് കൊടുക്കും, എന്നിട്ട് കൊച്ചു പാത്രം കൊടുക്കും, അവൻ എടുത്താൽ പൊങ്ങാൻ പറ്റുന്ന ചെറിയ ജഗ് കൊടുത്ത് ഒരു ഗ്ലാസും കൊടുത്ത് ഫണൽ കൊടുത്ത് അവനെ കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യിക്കും. കോൺഫിഡന്റ് ആവും, യെസ് ഐ എം സംതിങ്. ഇപ്പൊ അമ്മ അല്ലെങ്കിൽ മമ്മി എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നുണ്ടല്ലോ. സോ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽ അവർക്ക് വരും. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോൾ, വെജിറ്റബിൾസ് കട്ട് ചെയ്യും, അധികം ഷാർപ്പ് അല്ലാത്ത നൈഫ് നമുക്ക് യൂസ് ചെയ്യാലോ, കുട്ടികൾക്ക് കൊടുക്കാം. ഞാനും കട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചവര് വരും. യെസ്, ലെറ്റ് ദം ഡു. ഫൈൻ പീസസ് ആവില്ലായിരിക്കാം, ബട്ട് ദേ വിൽ ബി വെരി ഹാപ്പി. അവർ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. അവരത് കട്ട് ചെയ്യും. ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാലോ, അതൊക്കെ കുഴപ്പമില്ല. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ തുടച്ചു വെക്കണോ, അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാം. അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. പിന്നെ കടല, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ നമ്മൾ കവറിൽ നിന്നും കണ്ടെയ്നറിലേക്ക് മാറ്റുമല്ലോ, അതെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കാം. താഴെ വീഴുന്നുള്ള ഒരു ഇത് വേണ്ട. അതിനൊരു വലിയ ട്രേ, നമ്മൾ നീറ്റ് ആയിട്ടുള്ള ട്രേ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ട്രേയുടെ മുകളിൽ കണ്ടെയ്നർ വെക്കുക, ഇതിടുക. അപ്പൊ ഇത് ഈ പയറൊക്കെ ആ ട്രേയിൽ വീഴുമല്ലോ, അപ്പൊ അത് പിക്ക് ചെയ്ത് അവരെണ്ണവും പഠിക്കും, കൗണ്ട് ചെയ്ത് ആ കടലയൊക്കെ അവർ പറക്കിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ അവരുടെ ഏജിനനുസരിച്ച് ഓരോരോ ആക്ടിവിറ്റീസ് നമ്മളുടെ പ്രാക്ടിക്കൽ ലാബായിട്ടുള്ള കിച്ചണിൽ ചെയ്യിക്കാം. മറിയ മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽ ഏരിയ കിച്ചൺ ആയിരുന്നു. ഇത് ലാംഗ്വേജ് ഏരിയ ഉണ്ട്, അവിടെ കുട്ടികൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കും. അതൊന്നും അവരെ നിർബന്ധിച്ച് അവരുടെ കൈ ഞെക്കി പിടിച്ച് നിർബന്ധിച്ച് എഴുതിക്കില്ല. അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടികളിൽ വരുന്നതായിരുന്നു. അവർക്ക് ട്രേസ് ചെയ്യാനുള്ള ബോർഡുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ലാംഗ്വേജ് പഠിക്കും. പിന്നെ ലാംഗ്വേജ് അത് കഴിയുമ്പോഴേക്കും അവർക്ക് വരുന്നതാണ് മാത്തമാറ്റിക്കൽ ഏരിയ. നമുക്കറിയാം 4 രീതിയിലുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഏരിയയിൽ പഠിക്കുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. കുഞ്ഞുങ്ങളെ കൊണ്ട് പാട്ട് പോലെ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിക്കുക. പണ്ട് എന്റെയൊക്കെ സമയത്ത്, എന്റെ പ്രായത്തിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഞാൻ ഭയങ്കരമായിട്ട് ചൂരിലും കൊണ്ട് വന്നൊരു സാറായിരുന്നു പഠിപ്പിക്കുന്നത്. ചൂരില് ഡെസ്കിലിട്ടടിച്ച് ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് പാട്ട് പോലെ പഠിപ്പിക്കുവാണ്. ഇത് ഇപ്പോഴും ആ പേടി കൊണ്ട് ആ പാട്ട് പാടുമ്പോൾ നമ്മളിങ്ങനെ നാടിക്കൊണ്ടിരിക്കും. അതുപോലെയായിരുന്നു നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. പിന്നെ എന്റെ കുഞ്ഞുങ്ങളൊക്കെ വന്നപ്പോഴേക്കും കയ്യിലൊക്കെ എണ്ണി പഠിക്കും. ഇവരെന്ത് ചെയ്യും, 10 വിരലും കഴിയുമ്പോ പിന്നെ എങ്ങോട്ട് പോകുന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പക്ഷെ മോണ്ടിസോറി മെത്തേഡില് ഇവരിത് പഠിക്കുന്നതിന് വേറെ കളികളിലൂടെയാണ് അവർ പഠിക്കുന്നത്. നമ്മുടെ പല ബാച്ചിലും പഠിച്ച കുട്ടികള് ആ മെത്തേഡ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർമ്മ നിൽക്കുന്നില്ല കുഞ്ഞിനെന്ന് പറഞ്ഞിട്ട് ഈ മെത്തേഡ് കൊടുത്തപ്പോഴേക്കും കുട്ടി വളരെ റിലാക്സ്ഡ് ആയിട്ട് മാത്സിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. മാത്സ് ചില കുട്ടികൾക്ക് ഒരു പേടി സ്വപ്നമാണല്ലോ. അപ്പൊ ഈ ബേസ് ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഏത് മെത്തേഡ് ടീച്ചിങ് വന്നാലും ഈ കുട്ടികൾ വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നതാണ് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു റിസൾട്ട് ആയിട്ട് കാണുന്നത്. 6 വയസ്സ് വരെയുള്ള 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളത്. മിക്സഡ് ഏജ് ഗ്രൂപ്പിലാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ പ്യുവർ ആയിട്ട് മോണ്ടിസോറി മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ പാരന്റ്സ് ഹോംവർക്ക് ഇല്ലല്ലോ മിസ്സേ, എന്താ ഹോംവർക്ക് ഒന്നും കൊടുത്തു വിടാത്തെ, ക്ലാസ്സിലൊന്നും പഠിപ്പിച്ചില്ലേ, പിന്നെ പരീക്ഷ നടത്താറില്ലേ, കാരണം കുട്ടിയുടെ പെർഫോമൻസ് കാണണം, റാങ്ക് കാണണം, ഗ്രേഡ് കാണണം, നമ്മുടെ പാരന്റ്സിനുള്ളൊരു കൺസേൺ ആണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടില് ഇതിന്റെ ഒരു മിക്സഡ് വേർഷൻ ആണ് മോണ്ടിസോറി മെത്തേഡ്. എന്തോ സമീനൊന്നും ചെയ്യാമോ, പറയാനാണോ? അറിയണില്ല തോന്നുന്നു. സമീന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു മിക്സഡ് വേർഷൻ ആണ് നമ്മുടെ ഇവിടെ സ്കൂളുകളിലെല്ലാം. പക്ഷെ ജപ്പാൻ, ചൈന അവിടെയൊക്കെ അവർ പ്യുവർ ആയിട്ട് മോണ്ടിസോറി മെത്തേഡ്, യൂറോപ്യൻ കൺട്രീസിലും പ്യുവർ മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ് 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള എഡ്യൂക്കേഷൻ അവർക്ക് വരുന്നത്. അങ്ങനെ മിക്സഡ് ഗ്രൂപ്പ് ആയിരിക്കും. ബട്ട് വൺസ് ഈ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഓർത്ത് യാതൊരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വേണ്ട. കാരണം ഇപ്പൊ 14ാമത്തെ ബാച്ചാണ് നിങ്ങൾ. 3 ബാച്ച് പാസ് ഔട്ട് ആയി കഴിഞ്ഞു, 4ാമത്തെ ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. 4ഉം 5ഉം ഇപ്പൊ തന്നെ ഒരു 4ാമത്തെ ബാച്ച് ജൂണിൽ തന്നെ പാസ് ഔട്ട് ആവും, 5ാമത്തെ ബാച്ച് ജൂലൈയിലാവും. ഇവരെല്ലാം ടീച്ചിങ് പ്രാക്ടീസിന് പോയി. ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ ബിറ്റ്വീൻ കോഴ്സ് ആണ് ശരിക്കും ചെയ്യുന്നത്. അതായത് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് നമുക്ക്
എടുക്കുന്ന ഒരു പോർഷൻ വരും. അതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊരു 6 month ഒക്കെ ആകുമ്പോഴേക്കും ടീച്ചിങ് പ്രാക്ടീസ് പോകാം. ഈ ടീച്ചിങ് പ്രാക്ടീസ് പിന്നെ ചിലർക്ക് ചിലപ്പോൾ ആ സമയത്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ചിലർക്ക് പറയും പ്രഗ്നന്റ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, ഡെലിവറി കഴിഞ്ഞുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ കൊച്ചു കുട്ടികളാണ്, അവരെ തന്നെയാക്കി പോകാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം നിങ്ങളൊന്ന് മാറി ചിന്തിച്ചാൽ മതി, നോ പ്രോബ്ലം. പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും, അവർ ഓൾറെഡി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ടീച്ചിങ് പ്രാക്ടീസിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ മെത്തേഡ് അവരൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യണം. കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വളരെയധികം മാറ്റങ്ങൾ കുട്ടികളിൽ കണ്ട്. യെസ് പ്ലീസ്, യെസ് പ്ലീസ്. നമ്മള് എക്സാം എഴുതുന്നതിന് മുമ്പ് അന്നേരം ട്രെയിനിങ്ങിന് പോകാൻ പറ്റുമോ? എക്സാം എഴുതുന്നതിന് മുമ്പേ നമുക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റുമോ? പോകാം. ശരിക്കും നമ്മളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്നത്. എക്സാം കഴിയാൻ നോക്കിക്കണ്ട. ഒരു 6 month കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ്ങിന് പോകാൻ നമ്മൾ റെഡിയാണ്. നമ്മൾ മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഹാഫ് ഫെസിലിറ്റേറ്റേഴ്സ് ആയി, ഹാഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോഴേക്കും അന്നേരം നമ്മൾ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ അപ്പം 1 year കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ എക്സാം? 1 year കഴിഞ്ഞിട്ടല്ല എക്സാം. ശരിക്കും നമ്മുടെ കോഴ്സ് 12 months എന്ന് പറഞ്ഞാലും 10 months കോഴ്സ് കഴിഞ്ഞ് 11 months എക്സാമും വൈവയും എല്ലാം കഴിഞ്ഞ് 12th month ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ 1 yearന് മുമ്പേ അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും? മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ 12th month ഇപ്പൊ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത് ജൂണിലല്ലേ. അപ്പൊ നെക്സ്റ്റ് ജൂണിന് മുമ്പേ മേ ബി ചിലപ്പോ നമ്മളുടെ അത് ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ ഒരു ടെമ്പോ അനുസരിച്ചാണ് കേട്ടോ. പെട്ടെന്ന് കഴിയും നമ്മളുടെ ആ ഒരു നമ്മളൊക്കെ തമ്മിലുള്ള ഇന്ററാക്ഷൻ, അത് പെട്ടെന്ന് നല്ല രീതിയിൽ അങ്ങ് പോകുമ്പോൾ, ഡിലേ ആകാതെ പോകുമ്പോൾ നമുക്ക് കോഴ്സ് പെട്ടെന്ന് കഴിയും. 10 months കൊണ്ട് കഴിഞ്ഞ ബാച്ച് ഉണ്ട്, 11 months കഴിഞ്ഞ ബാച്ച് ഉണ്ട്, 12 months എടുത്തവരും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ബാച്ച് ഒക്കെ ഇത്തിരി ഡിലേ ആയി, കാരണം ഫസ്റ്റ് ബാച്ച് ആയപ്പോഴേക്കും നമുക്ക് കുറെ കാര്യങ്ങൾ പുതുതായി ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14th ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഓൾ നോ വെരി വെൽ. ഞങ്ങൾക്ക് അറിയാം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. ക്ലാസ് റൂമിൽ വരുന്നവരുടെ രീതികളും അനുസരിച്ച് ഇപ്പൊ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരു വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. നമുക്കൊരു അസിസ്റ്റന്റിനെ കിട്ടുവാണ്, ആളൊരു 40 minutes കൊണ്ട് അത് തീരും. 2 പേരും കൂടെ ചേരുമ്പോൾ 1 hour വേണ്ട, പെട്ടെന്ന് തീരുമല്ലോ. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ഒരു പൊട്ടൻഷ്യലും നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യലും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ 12 months ഒന്നും വേണ്ട, 11 months തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മാം ട്രെയിനിങ്ങിന് പോകുന്നെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ഉള്ള സ്കൂളിലായിരിക്കും? അതെ അതെ, അങ്ങനെ നമ്മൾക്ക് കൺവീനിയന്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്കൂള്. പിന്നെ ആ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളുടെ റെസ്യൂമില്, നമ്മുടെ ബയോഡേറ്റയിൽ അല്ലെങ്കിൽ CV-യില് നമ്മൾ കൊടുക്കുമല്ലോ ടീച്ചിങ് പ്രാക്ടീസ് ഈ ഒരു സ്കൂളിൽ ഞാൻ ഇത്ര ദിവസം ചെയ്തു. അപ്പൊ ആ ബയോഡേറ്റ നോക്കുന്ന ഒരു സ്കൂളുകാർക്ക് ഇത് നല്ലൊരു സ്കൂളാണല്ലോ, ഹൈ പ്രൊഫൈൽ സ്കൂളാണല്ലോ, കൂടുതൽ ചാൻസസ് ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാകും. ആ രീതിയിൽ നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്യണം. അത് ഒന്നാമത്തെ കാര്യം. പോകുന്ന സ്കൂള്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ സ്കൂളിൽ വേക്കൻസീസ് വരുവാണ്, അല്ലെങ്കിൽ ആ സ്കൂളിൽ വർക്ക് ചെയ്താൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്, എന്റെ വീടിനടുത്താണ് അല്ലെങ്കിൽ എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, ആ സ്കൂളിൽ വർക്ക് ചെയ്താൽ എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും, എനിക്കും വളരാൻ പറ്റും, അങ്ങനെ ഒരു സ്കൂൾ എടുക്കാം. കാരണം പൊതുവെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന കുട്ടികളോട് തന്നെ അവിടെ ജോയിൻ ചെയ്യാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു വേക്കൻസി വരുമ്പോൾ ഏറ്റവും ആദ്യം വിളിക്കുന്നത് നമ്മളെയായിരിക്കും, നമ്മുടെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെട്ട. ആ രീതിയിൽ വേണം സ്കൂൾ സെലക്ട് ചെയ്യാൻ. ഏതെങ്കിലും ഒരു സ്കൂൾ ഓടിപ്പോയി സെലക്ട് ചെയ്യരുത്, ആ രീതിയിൽ ആലോചിച്ച് സ്കൂൾ സെലക്ട് ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കുന്ന സ്കൂളാകുമ്പോൾ നമുക്ക് അവരുടെ കൂടെ പോവാം, അവരുടെ കൂടെ തിരിച്ചു വരാം, അവരുടെ കാര്യങ്ങൾ നോക്കാം, പകലും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ നോക്കി പലരും സെലക്ട് ചെയ്യാറുണ്ട്. അതല്ല വലിയ കുട്ടികൾ സ്കൂൾ ഓപ്ഷൻ എങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് ആണോ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, അതോ നിങ്ങൾ ആദ്യം ആ സ്കൂളിൽ പോയി അവരോട് സംസാരിക്കുക, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോട് ഞാൻ ഇന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്, പഠിക്കുവാണ്, അപ്പോൾ എനിക്ക് ഇവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അവര് സമ്മതിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആരെ അഡ്രസ്സ് ചെയ്താണോ നമുക്ക് ലെറ്റർ വേണ്ടത് അവരുടെ അഡ്രസ്സ് വാങ്ങിക്കുക. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് നമ്മുടെ ഓഫീസിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും, അവരെ ഇൻഫോം ചെയ്യുക. അപ്പൊ ഓഫീസിൽ നിന്ന് ഒരു ഒഫീഷ്യൽ ലെറ്റർ നിങ്ങളെ അവിടെ പെർമിറ്റ് ചെയ്യണം എന്നും പറഞ്ഞ ഒരു ഒഫീഷ്യൽ ലെറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, സോഫ്റ്റ് കോപ്പി. അപ്പൊ അത് പ്രിന്റ് എടുത്ത്
അത് സ്കൂളിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താൽ മതി. ചില സ്കൂളുകാർക്ക് അതും വേണമെന്നില്ല എന്ന് പറയും, നിങ്ങൾ വന്നോളൂ എന്ന് പറയും. ചിലർക്ക് അത് ഒഫീഷ്യലി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് ആദ്യം ആ സ്കൂളിൽ പോയി സംസാരിക്കണം. നമ്മളെ അവിടെ അവരെ പെർമിറ്റ് ചെയ്യുക, അവർ ഓക്കെയാണ്. പിന്നെ സ്കൂൾ സെലക്ട് ചെയ്യുന്ന ടൈം ഒരിക്കലും സ്കൂളിൽ പരീക്ഷ നടക്കുന്ന ടൈമിലോ ആനുവൽ ഡേയുടെ ടൈമിലോ അങ്ങനെയുള്ള ടൈമിലോ ഒന്നും പോയി ചോദിക്കരുത്. കാരണം അങ്ങനെയാകുമ്പോൾ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയായിരിക്കും, റിവിഷൻ ആയിരിക്കും, നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു 6 months എന്നൊക്കെ പറയുമ്പോഴേക്കും ഒന്നുമില്ലെങ്കിൽ ഓണം എക്സാം കഴിഞ്ഞിട്ടോ അങ്ങനെയുള്ള ടൈമൊക്കെ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അവരെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആനുവൽ ഡേയുടെ ടൈം എന്ന് പറഞ്ഞാൽ അവരെല്ലാം അതിന്റെ പുറകിലായിരിക്കും. സ്കൂളുകൾ ഭയങ്കരമായിട്ട് ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. ചിലപ്പോൾ നമ്മളെ കുറെ പണി ഏൽപ്പിക്കുകയോ ചെയ്യും. നമുക്ക് നമ്മുടേതായ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പണി ചെയ്യുന്നതിനും അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും നമുക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മുടെ ഒരു ബാച്ചിൽ ഒരു കുട്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കുറച്ച് ദിവസത്തേക്കാ പോയത്. അപ്പൊ അവര് പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ കുട്ടി അവിടെ കണ്ടിന്യൂ ചെയ്തു. ആ കുട്ടിക്ക് ഡാൻസ് ഒക്കെ അറിയായിരുന്നു. അപ്പൊ ആനുവൽ ഡേക്ക് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനും അതൊക്കെ അത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ടൈം നമ്മൾ അനുവദിക്കുകയാണ്, അത് നമുക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് സ്കൂൾ സെലക്ട് ചെയ്യും. ഓക്കെ. ഇനി ചില കുട്ടികൾക്ക് സർവീസ് മനോഭാവം അത് നമുക്ക് വേണം. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റണം. അതാണ് സർവീസിന്റെ കാര്യം. മനസ്സുണ്ട് പക്ഷെ ടൈം ഇല്ലാത്ത അവസ്ഥയുണ്ട് നമുക്ക്, അല്ലെ? പക്ഷെ ഇത് മനസ്സും വേണം, സമയവും വേണം. പ്രൈവറ്റ് സ്കൂളില് മാത്രമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ? ഗവൺമെന്റ് സ്കൂളിൽ കൊടുക്കാൻ പറ്റുമോ? ഗവൺമെന്റ് സ്കൂളിലും ചെയ്തവരുണ്ട്. റസ്മിന, ഞാൻ അതിങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. ചിലർക്ക് ഗവൺമെന്റ് സ്കൂളുകാർക്ക് ഈ മെത്തേഡിനെ പറ്റി കാര്യമായ ഒരു ഐഡിയ ഇല്ല. അപ്പൊ അവർക്ക് താല്പര്യമാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ കുട്ടികളും ഭയങ്കര ആകാംക്ഷയോടെ നോക്കിയിരിക്കുമായിരിക്കും, പാരന്റ്സും നല്ല ആകാംക്ഷയോടെ നോക്കിയിരിക്കുമായിരിക്കും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർവീസ് മനോഭാവമാണ്. ഗവൺമെന്റ് സ്കൂളിൽ നമ്മളെ ജോലിക്ക് എടുക്കണമെന്ന് അത് അവരുടേതായ രീതികളിലല്ലേ എടുക്കുള്ളൂ. മാനേജ്മെന്റ് സ്കൂളാണല്ലോ, മാനേജ്മെന്റിന്റെ തീരുമാനത്തിനെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ സർവീസ് ഒരു കുട്ടി ചെയ്ത എന്താന്ന് വെച്ചാൽ ഇതുപോലൊരു CBSE സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു. അതുപോലെ തന്നെ അതൊരു ബഡ് സ്കൂളിൽ പോയിട്ട് ആ കുട്ടികളെ ഹെൽപ്പ് ചെയ്തു. ബഡ് സ്കൂൾ അറിയാലോ, സ്പെഷ്യൽ കുട്ടികൾ, അങ്ങനെയും ചെയ്തു. അപ്പൊ അത് താല്പര്യമായിരുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അങ്ങനെയും പോയി ചെയ്ത കുട്ടികളുണ്ട്. അതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം നമുക്ക് കൊടുക്കാൻ പറ്റിയാലാണ് നമ്മൾ ചെയ്യുന്ന സർവീസിന് ഒരു അർത്ഥമുള്ളൂ. വെറുതെ പിടിച്ചോടിപ്പോ എന്തെങ്കിലും കാണിച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ ചെയ്യുന്നത് PG മോണ്ടിസോറി അല്ലേ? അപ്പൊ അതിന് നമ്മള് പ്രൈവറ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടി ബെറ്റർ? അതെ. PG മോണ്ടിസോറി ചെയ്യുമ്പോ കൂടുതലും സ്കൂള് തുടങ്ങുക അല്ലെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മനസ്സിലാകാനായിട്ട് പറ്റും. PG ഡിപ്ലോമക്കാരൊത്ത് വിഷമിക്കേണ്ട. കാരണം PGക്ക് എക്സ്ട്രാ 2 സബ്ജക്ട് വരും, ഒരു പ്രാക്ടിക്കൽ സെഷൻ വരും. അതാണ് ഡിഫറൻസ്. PGയിൽ വരുന്നത് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഡിപ്ലോമ സ്റ്റുഡൻസിനും PG സ്റ്റുഡൻസിനും ഒരു അസൈൻമെന്റ് ലാസ്റ്റ് നമ്മൾ തരും. അതിൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഒരു സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, എങ്ങനെയാണ് അതിന്റെ മാനേജ്മെന്റ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളത്. PG പിന്നെ പല കുട്ടികളും ചോദിച്ചു ഞങ്ങൾക്ക് ഏത് ക്ലാസ് വരെയും പഠിപ്പിക്കാൻ പറ്റും, KG മാത്രമല്ലേ തരുള്ളൂ എന്നൊക്കെ ചോദിച്ചു. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പൊട്ടൻഷ്യൽ. നിങ്ങളുടെ പൊട്ടൻഷ്യലും ആ സ്കൂളിന്റെ ഒരു ആറ്റിറ്റ്യൂഡും അനുസരിച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, PG ഉണ്ട്, മാത്സിൽ നിങ്ങൾ MSc മാത്സ് ആണ് അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ ഹയർ ക്ലാസ്സിലേക്ക് അവർ ചിലപ്പോൾ ക്ലാസ് നിങ്ങൾ എടുക്കാനായിട്ട് പെർമിറ്റ് ചെയ്യാം. അത് ആ സ്കൂൾ മാനേജ്മെന്റ് രീതിയാണ്. മോണ്ടിസോറി മെത്തേഡ് 3 to 6 years ഉള്ള ഏജ് ഗ്രൂപ്പിനാണ്. പക്ഷെ നമ്മുടെ പൊട്ടൻഷ്യല് മനസ്സിലാക്കി ആ മാനേജ്മെന്റിന് തീരുമാനിക്കാം നമുക്ക് ഏത് ക്ലാസ് കൊടുക്കണമെന്ന്. എന്റെ ബാച്ചിൽ ഞാൻ പഠിച്ചത് 2017 കേട്ടോ മോണ്ടിസോറി മെത്തേഡ്. ഞാൻ ഓൺലൈൻ അല്ല പഠിച്ചത്, ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. ഹോളിഡേ ബാച്ച് എന്ന് പറഞ്ഞാൽ സൺഡേസും ഹോളിഡേസും മാത്രമേ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ ഡേ അല്ലെ, നിങ്ങൾ 1 hour ഓൺലൈൻ വരുന്നതിന് പകരം ഞാനൊരു ഫുൾ ഡേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും. അപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ കൂടെ തന്നെയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, എന്നെക്കാൾ ഏജ്ഡ് ആയിരുന്നു. ആള് MCOM എന്തോ ആയിരുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളുകാര്, അത് ടീച്ചിങ് പ്രാക്ടീസിന് പോയത് ഒരു CBSE സ്കൂളായിരുന്നു. KG തുടങ്ങിയിട്ട് 4th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളായിരുന്നു. നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആയപ്പോ, ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആയപ്പോ ആളെ അവിടെ പ്രിൻസിപ്പൽ ആയിട്ട് എടുത്തു. അതുകൊണ്ട് നമുക്ക് മോണ്ടിസോറി കഴിഞ്ഞാൽ KG മാത്രമേ കിട്ടുള്ളൂ എന്നല്ല, നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി
മോണ്ടിസോറി പ്ലസ് നമുക്ക് എന്താണ് നമ്മളുടെ ഒരു കാലിബർ, നമ്മുടെ ആ ഒരു കപ്പാസിറ്റി, ആ മാനേജ്മെന്റ് മനസ്സിലാകുവാണെങ്കിൽ നമ്മൾ ഏത് ക്ലാസ്സിലേക്കും അവർക്ക് വിടാനായിട്ട് കോൺഫിഡൻസ് ഉണ്ട്. അത് നമ്മുടെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, 3 to 6 years കുട്ടികളിലാണ് ഈ മെത്തേഡെങ്കിലും നമ്മുടെ പെർഫോമൻസ് അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ മാം നമ്മളിപ്പോ PG ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സ്കോപ്പ് കൂടുതലായിരിക്കുമോ വർക്ക് ചെയ്യുന്നതിനായിട്ട്? ഒരു സ്കൂള് തുടങ്ങാനായിട്ടുള്ള ലൈസൻസിന് പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ ഒരു ഇടത്ത് പോകുമ്പോ PG ആണെന്നുള്ളതിന്റെ ഒരു ഇത് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അവിടെയും നമ്മുടെ പെർഫോമൻസ് തന്നെയാണ്. PG ഒരാളും ഡിപ്ലോമ ഒരാളും ഇന്റർവ്യൂവിന് പോയി എന്ന് വിചാരിച്ചു, അവിടെ പെർഫോമൻസ് ഡിപ്ലോമ ചെയ്ത ആളാണെങ്കിൽ ചാൻസ് അയാൾക്കാണ്. PG ആണെന്നും കരുതി, കാരണം മാർക്കും ഒന്നുമല്ല ഇവിടെ വിലയിരുത്തുന്നത്. ചില ഇടത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോഴുണ്ടല്ലോ, കുട്ടികളുടെ മുന്നിലേക്ക് തന്നെ ഇറക്കി വിടും, മാനേജ് ചെയ്യാൻ പറയും. അങ്ങനെ പ്രാക്ടിക്കലാണ് അവർ നോക്കുന്നത്. നമ്മൾ എന്താണോ ആ ഒരു ഇൻസിഡന്റ് ചെയ്യുന്നത്. ഞാൻ കുട്ടികളെ കൊണ്ട് പഴയ സോക്സ് വെച്ചിട്ട് സ്നേക്ക് ഉണ്ടാക്കിച്ചിരുന്നു. ഓരോ ബാച്ചിലും പഴയ സോക്സ് നമ്മുടെ കയ്യിലിട്ടിട്ട് അതിങ്ങനെ മടക്കുമ്പോൾ എന്നിട്ട് ഉള്ളിലൊരു സ്നേക്കിന്റെ നാക്ക് വരുന്ന രീതിയിൽ ഒരു റെഡ് കളർ ഒരു റിബൺ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൂഗിളി ഐസ് കണ്ണ്, ഇത്രയും മാത്രമേ അഡീഷണൽ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം എടുത്താണ് ഈ കുട്ടികൾ ഇന്റർവ്യൂവിന് പോകുന്നത്. നമ്മൾ ചെയ്ത എല്ലാ വർക്കും. സ്നേക്കിനെ കണ്ടുകൊണ്ട് ആ കുട്ടിയോട് ജോലി പറഞ്ഞു, ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. മനസ്സിൽ ഒരു സ്റ്റോറി ഇല്ല, പെട്ടെന്ന് ആ സ്പോണ്ടേനിയസ് ആയിട്ട് ആൾക്കൊരു കഥ വന്നു. അതാണ്, അയ്യോ എനിക്ക് പറ്റില്ല, എനിക്കിത് ചെയ്യാൻ അറിയില്ല എന്ന് നമ്മൾ പറഞ്ഞ പിന്നെ നമുക്ക് അവിടെ സ്ഥാനമില്ല. അത് കുഞ്ഞുങ്ങളുടെ അടുത്ത് അങ്ങനെയില്ല. ഇപ്പൊ നമ്മളുടെ കുഞ്ഞ് നമ്മൾ വിചാരിക്കും ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന വിചാരിച്ച് ഫുഡ് എടുത്തോണ്ട് ചെല്ലുമ്പോഴേക്കും എനിക്കിപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവര് വേറെ പലതിലായിരിക്കും. നമ്മൾ പിന്നെ പണിപ്പെട്ട ആ ഭക്ഷണം അകത്ത് കയറ്റാനായിട്ട് നമ്മൾ ശ്രമം നടത്തൂലേ. നമ്മൾ പല പല കഥകൾ പറയും. നമ്മൾ പാട്ടറിയാത്ത നമ്മൾ പാട്ട് പാടുന്നുണ്ടാവും അല്ലേ. നമ്മൾ കണ്ണുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും. നമ്മള് എന്തെങ്കിലുമൊക്കെ കളികൾ അവരുമായിട്ട് കാണിച്ച് എങ്ങനെയെങ്കിലും ഭക്ഷണം അവരുടെ ഉള്ളിലെത്തിക്കും. അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ നമ്മൾ എന്തോരം സൂത്രപ്പണികളാ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ്. അത് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വരുവാണ്. അതാണ് ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഏതൊരു മോണ്ടിസോറി ചെറിയ ക്ലാസ്സിലാണെങ്കിലും മോണ്ടിസോറി സ്കൂളിലേക്കാണെങ്കിലും അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. പിന്നെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്മുടെ ലൈഫിലും കൊണ്ടുവരണം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ ചേഞ്ച് ആവണം. അങ്ങനെ തന്നെ സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി, ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മോണ്ടിസോറി മെത്തേഡിലും വരേണ്ടത്, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിലും വരേണ്ടത്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യണം, സിമ്പിൾ ആയിരിക്കണം. അത് പിന്നെ നമ്മളോട് ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, അയാൾക്ക് മനസ്സിലാകണം. അത് ബ്രീഫ് ആയിരിക്കണം. ബ്രിവിറ്റി രണ്ടാമത്തെ കാര്യം, ബ്രീഫ് ആയിരിക്കണം. കുറേ കഥ പറയേണ്ട ആവശ്യമില്ല, എക്സ്പാൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചുരുക്കി കാര്യം പറയാം. ഒബ്ജക്ടിവിറ്റി, എന്തിനെ കുറിച്ചാണോ പറയേണ്ടത് അത് മാത്രം പറയാം. പണ്ടിങ്ങനെ കോമഡി നമ്മൾ കേട്ടിട്ടില്ലേ, പശുവിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ പശുവിനെ കെട്ടുന്ന തെങ്ങിനെ കുറിച്ച് കഥ പറഞ്ഞ പോലെ. അങ്ങനെ പോകരുത്. സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. അത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഈ 3 കാര്യവും നമ്മുടെ മനസ്സിലുണ്ടാണ്. കാരണം മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്ന ആളാണ് ഇന്റർവ്യൂവിന് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് അറിയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കുകയില്ല. സിമ്പിൾ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, എന്താണോ പറയേണ്ടത് അതിനെ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതാണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് വരുന്നത്. നമുക്ക് ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ട് 3 മോഡ്യൂളാണ്. നിങ്ങൾക്ക് മോഡ്യൂളായിട്ട് സിലബസിൽ തന്നിട്ടുണ്ട്. ഇതിനെ ഞങ്ങൾ വീണ്ടും സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ 3 മോഡ്യൂളില് 2ാമത്തെ മോഡ്യൂള് ഇംഗ്ലീഷാണ്. നമ്മളുടെ മീഡിയം ശരിക്കും ഇംഗ്ലീഷാണ്, ക്ലാസ്സസ് ഇംഗ്ലീഷിൽ തന്നെ പോണെന്നാണ്. ബട്ട് എന്നാലും നമുക്കറിയാം ഓൺലൈനാണ്, ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലർക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ ഉള്ളിലുണ്ടാവും, നിറയെ ഉണ്ടാവും, പക്ഷെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, പറയാൻ പറ്റുന്നുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നല്ല പോലെ ലാംഗ്വേജ് ഉള്ളവര് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പൊ നമുക്ക് പരസ്പരം സഹായിക്കാം. എനിക്കും എന്റെ കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ പറ്റും നല്ല ലാംഗ്വേജ് ഉള്ള നിങ്ങളുണ്ടെങ്കിൽ. നമ്മളിൽ ഓരോരുത്തർക്കും അതാണ് മോണ്ടിസോറി മെത്തേഡിന്റെ പ്രത്യേകതയാണ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് റെസിപ്രോക്കൽ ഹെൽപ്പ്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഹെൽപ്പ് ചെയ്യുക, മ്യൂച്വലി ഹെൽപ്പ് ചെയ്യുക. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരാൾ ഹെൽപ്പ് ചെയ്തു, മനസ്സിലത് ഉണ്ടാവണം. അതൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ എപ്പോഴെങ്കിലും അത് അയാൾക്കോ
അല്ലെങ്കിൽ അതിന് നീഡി ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുക. യെസ്, എന്തെങ്കിലും ചോദിക്കാമെന്നോ? ഇതെല്ലാം മോണ്ടിസോറി മെത്തേഡിന്റെ പ്രത്യേകതയാണ്. സെൽഫ് ലവ്, നമ്മളെ സ്നേഹിക്കണം. മ്യൂച്വൽ ലവ്, മറ്റുള്ളവരെ സ്നേഹിക്കണം. സെൽഫ് റെസ്പെക്ട്, നമ്മളെ റെസ്പെക്ട് ചെയ്യണം. മ്യൂച്വൽ റെസ്പെക്ട്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം. സെൽഫ് ബിലീഫ്, സെൽഫ് കൺട്രോൾ, നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം നമ്മുടെ പേഴ്സണൽ ലൈഫും. നിങ്ങളിപ്പോ സ്റ്റുഡന്റും കൂടി ആവുകയാണല്ലോ, നിങ്ങളുടെ ഈ ഒരു ലൈഫും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഫഷണൽ ലൈഫും എല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. അത് പറ്റാതെ വരുമ്പോഴാണ്, ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോഴാണ് ഓഫീസിലെ കാര്യം കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്നതും വീട്ടിൽ ആരെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അതും നേരെ തീർക്കുന്നത് കുഞ്ഞുങ്ങളിലാണ്. അങ്ങനെ ആവരുത്. നമുക്ക് ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും, ഓ ഇതെങ്ങനെ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, എന്തൊക്കെ എന്റെ തലയിൽ കൂടെ ഓടുന്നു, ദേഷ്യം വരും. യെസ്, നമുക്ക് ദേഷ്യം വരും. എക്സാം ഇംഗ്ലീഷിലാണ്, അത് മോക്ക് ടെസ്റ്റ് ആയിരിക്കും. മീൻസ് മോക്ക് ടെസ്റ്റ് ആണ്, MCQ ആയിരിക്കും. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് ചെയ്യുമ്പോൾ തരും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ക്ലാസ്, ഞാനൊക്കെ മലയാളം മീഡിയത്തിലായിട്ട് പഠിച്ചേ, നമുക്ക് ഇതുപോലെ ബ്രാക്കറ്റിൽ ആൻസർ തന്നിട്ട് എടുത്തെഴുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഏറ്റവും ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതും. ആപ്റ്റ് ആൻസർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് നോക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും. അതിൽ നിന്നും ഏറ്റവും ശരി, ചിലപ്പോൾ എല്ലാം ശരിയായിരിക്കും, പക്ഷെ ഏറ്റവും കറക്റ്റ്. പ്ലേസ്മെന്റ് നമ്മൾ അസിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങൾക്ക് റെഫറൻസ് വെക്കാൻ നമ്മളെ ആ രീതിയിൽ കുട്ടികളെല്ലാം തന്നെയാണ് കേട്ടോ എല്ലാം പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത്. വി ക്യാൻ റെഫർ അല്ലെങ്കിൽ വി ക്യാൻ സപ്പോർട്ട്, അതേ ഉള്ളൂ. അഷുറൻസ് എന്നല്ല, എവറിബഡി വിൽ ഗെറ്റ് പ്ലേസ്ഡ്. പ്ലേസ്മെന്റ് എല്ലാവർക്കും കിട്ടും. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. മിക്കവരോട് അവിടെ തന്നെ ജോയിൻ ചെയ്യാൻ പറയും. അപ്പൊ നമ്മള് സെലക്ഷൻ, സ്കൂൾ സെലക്ഷൻ അതിനനുസരിച്ചായിരിക്കണം. മിസ്സേ, PG ഡിഗ്രി കഴിഞ്ഞവർക്ക് തന്നെയല്ലേ പ്രൊവൈഡ് ചെയ്യണേ? അതെ അതെ. ഞാൻ അഡ്മിഷൻ എടുത്തിരുന്നപ്പോ എന്നോട് പറഞ്ഞിരുന്നു +2 കഴിഞ്ഞവർക്കും PG ചെയ്യാവുന്ന പറഞ്ഞിരുന്നേ. ആണോ? അപ്പൊ ഞാൻ ഫസ്റ്റ് PGക്ക് കൊടുത്തു. പിന്നെ അന്വേഷിച്ചപ്പോ PG പറ്റില്ല, ഡിഗ്രി കഴിഞ്ഞവർക്കാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ മാറ്റി ഡിപ്ലോമ തന്നെ ചെയ്തതാണ്. ഡിഗ്രി അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ജയദേവ് സാർ കയറും ക്ലാസ്സിന്. ജയദേവ് സാറിന് അറിയില്ലേ? അറിയാം, ഞാൻ സാറായിട്ട് സംസാരിച്ചിരുന്നു പേഴ്സണലി ആയിട്ട് വിളിച്ചിട്ട്. ഇപ്പൊ ഞാനിങ്ങനെ ഒരു ക്ലാസ് തന്നതിന്റെ പുറകെ സാറ് അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് സംസാരിക്കും. ഇതുപോലെ തന്നെ ഒരു 1 hour. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻസ്, ഇതിന്റെ സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാറിനോട് ചോദിക്കാം. കോഴ്സ് റിലേറ്റഡ് എന്ത് കാര്യം, കോഴ്സ് മീൻസ് നമ്മുടെ സ്റ്റഡീസ് റിലേറ്റഡ് എന്ത് കാര്യവും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു, ഡിപ്ലോമയ്ക്കും PGക്കും 3 മോഡ്യൂൾസ് ആണുള്ളത്. രണ്ടാമത്തെ മോഡ്യൂൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ്. മാക്സിമം ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. നല്ല പോലെ ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചേഴ്സ് ആണ് നമുക്കുള്ളത്. നിങ്ങൾ ആക്ടിവിറ്റീസിലൂടെ സംസാരിക്കാൻ ശ്രമിക്കൂ, എഴുതാൻ നോക്കൂ. കൊച്ചു കഥകളും റൈംസും, കുട്ടികൾക്ക് പറ്റുന്ന റൈംസ് ഒക്കെ തന്നെ എഴുതി നോക്കൂ. കുട്ടികൾക്ക് സിമ്പിൾ ഇംഗ്ലീഷ് മതിയല്ലോ. നമ്മുടെ ശശി തരൂർ സ്റ്റൈലൊന്നും വേണ്ടല്ലോ. വലിയ ഗ്രാമറും വൊക്കാബുലറി ഒന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ട. പിന്നെ വീട്ടിൽ ഒരു 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ടോ സ്കൂളിൽ പോകുന്നത്, അവരോട് ഇംഗ്ലീഷ് സംസാരിക്കൂ. നല്ല സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അവര് നമ്മളെ കളിയാക്കുകയില്ല, അവർക്ക് രസമായിരിക്കും. അപ്പൊ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കൂ. അങ്ങനെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലാസ്സിൽ മാക്സിമം നമ്മൾ ഇംഗ്ലീഷ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം. അതിന്റെ അർത്ഥം മലയാളത്തിൽ പറയില്ല എന്നല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ മലയാളം, പിന്നെ മലയാളം പ്ലസ് ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ പ്രസന്റേഷനും സെമിനാറുകളും ഒക്കെ ക്ലാസ്സിൽ ചെയ്യാം. ഒരു 5 മിനിറ്റ് ഒക്കെ ഉള്ളത്. അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറ്റിയാൽ ഇംഗ്ലീഷ് തന്നെ ചെയ്യാം. നിർബന്ധമൊന്നുമില്ല. ബട്ട് നമ്മൾ ചെല്ലുന്നത് ഒരു CBSE സ്കൂളിലാണെങ്കിൽ അത് ഇംഗ്ലീഷ് മീഡിയം അല്ലേ. കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏജിലാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ ലാംഗ്വേജിന്റെ ഭാഗം ബുദ്ധിമുട്ടായി പോകൂലേ. അതുകൊണ്ട് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മാക്സിമം ലാംഗ്വേജിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങും. പിന്നെ ഇതിനെ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശരിക്കും 7 സബ്ജക്റ്റ് ആണ് ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ട് വരുന്നത്. PGക്ക് അഡീഷണൽ 2 സബ്ജക്റ്റും കൂടെ വരും. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ട്. പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ഉണ്ട്. നല്ല കോസ്റ്റ്ലി ആണ് ആ മെറ്റീരിയൽ. നമുക്കതൊന്നും വാങ്ങുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് അതിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കാനായിട്ട് പറ്റും. അതൊക്കെ ആ ടൈം ആവുമ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞു തരും.
ഫോർ എക്സാമ്പിൾ നമുക്ക് ലാംഗ്വേജ് ഏരിയയിൽ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? സാൻഡ് പേപ്പർ നമ്മുടെ വീടൊക്കെ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ആ വോളൊക്കെ നല്ല സ്മൂത്ത് ആക്കുന്ന ഒരു പേപ്പർ ഇല്ലേ, ഉരച്ചൊരച്ചൊരച്ച് റഫായി. യെസ്, ആ സാൻഡ് പേപ്പർ കൊണ്ട് നമ്മൾ ആൽഫബറ്റ്സും നമ്പേഴ്സും ഉണ്ടാക്കണം. അതാകുമ്പോ വലിയ കോസ്റ്റ് ഇല്ല. ഒരു A4 സൈസിന് 20 രൂപയോ അങ്ങനെ എന്തോ വരും. ഒരു 4 or 5 ലെറ്റേഴ്സ് നമ്മുടെ ഒരു പാം സൈസിൽ വരുന്ന ലെറ്റേഴ്സ് ഉണ്ടാക്കിയാൽ മതി. കുട്ടികൾ സാൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ റഫ്നെസ് അല്ലേ, അതിന്റെ മുകളിലൂടെ ട്രേസ് ചെയ്ത് പഠിക്കും. നമ്മൾ പണ്ടൊക്കെ മണ്ണിൽ എഴുതിക്കില്ലായിരുന്നു കുഞ്ഞുങ്ങളെ, നമ്മളും എഴുതിയിട്ടില്ലേ? സെയിം കൺസെപ്റ്റ്. കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാനും അവരക്ഷരങ്ങൾ ഇതിലൂടെ ഇങ്ങനെ എഴുതുമ്പോൾ ഇവരുടെ വിരൽത്തുമ്പില് ഇങ്ങനെ ഒരു ഇക്ലി പോലെ ഒരു ടിംഗ്ലിംഗ് എഫക്ട് വരും. ഒരു റഫ്നെസ് ആണല്ലോ, പെട്ടെന്ന് തന്നെ ആ ഒരു ഇമേജ് അവരുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ആകും. അല്ലാതെ കൈ പിടിച്ച് നിർബന്ധിച്ച് എഴുതിപ്പിച്ചുകൊണ്ടോ കുറെ പ്രാവശ്യം ഇമ്പോസിഷൻ കൊടുത്തുകൊണ്ടോ അവര് പഠിക്കണമെന്നില്ല. ഇത് പെട്ടെന്ന് തന്നെ ആ ഇമേജ് അവരുടെ തലയിലേക്ക് പോകും. ഇവരത് പിന്നെ എഴുതാൻ തുടങ്ങും. അപ്പൊ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. നമ്മുടെ ബാച്ചിലെ പല കുട്ടികളും ആ ഒരു മെറ്റീരിയൽസുമായിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് ആ സ്കൂളിലെ ടീച്ചർമാര് എഴുതില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കുട്ടികൾ വരെ അവർ എഴുതി ഈ ഒരു സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊണ്ടുപോയപ്പോ ഭയങ്കര റിസൾട്ട് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ചിലത് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ട്, അതെല്ലാം ചെയ്യണം. ഇതെല്ലാമാണ് പ്രാക്ടിക്കൽ ഏരിയയിൽ വരുന്നത്. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന പ്രാക്ടിക്കൽ ഏരിയയിൽ വരും. പിന്നെ അതുപോലെ തന്നെ ഈ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ്, പിന്നെ അത് കൂടാതെ അല്ലാതെ ചില വർക്കുകളൊക്കെ ടീച്ചർമാര് തരും അസൈൻമെന്റ് ആയിട്ടും. പിന്നെ നമ്മൾ ചിലപ്പോൾ സർവേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഓരോരോ ടോപ്പിക് വരുമ്പോൾ പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ടൈംലി ചെയ്യാൻ നോക്കൂ. കാരണം എന്താന്ന് വെച്ചാല് എല്ലാരും ഈ അവസാന നിമിഷത്തേക്ക് വെക്കും. അവസാന സമയം വൈവയ്ക്ക് വരുമ്പോ അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. ചെയ്തവരും ചെയ്യാത്തവരെ നമ്മൾ എന്തായാലും കാറ്റഗറൈസ് ചെയ്യും. മാർക്കുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളുടെ പെർസെന്റേജിന് ഏറ്റവും നല്ല പോലെ കിട്ടാവുന്ന മാർക്കാണ് പ്രാക്ടിക്കൽ സൈഡ്. നമ്മുടെ മാർക്ക് ലിസ്റ്റ് വരുന്ന മാർക്ക് നമുക്കൊരു 80% മുകളിൽ മാർക്ക് വരുമ്പോൾ അതൊരു ഹാപ്പിനെസ് തന്നെയല്ലേ. 90ക്ക് മുകളിൽ വന്നാൽ അത്രയും നല്ലത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതില്. ഒരു ദിവസം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ വീക്കെൻഡിൽ ഒരു 1 hour മാറ്റി വെച്ചാൽ ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. എല്ലാം സമയത്ത് ചെയ്തു വെക്കുക. ഒന്നും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വേസ്റ്റ്, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. പലരും നല്ല ക്രാഫ്റ്റ്, ആർട്ട് സ്കിൽസ് ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് എന്തൊക്കെ അറിയാം. അങ്ങനെ കുഞ്ഞുങ്ങളെ നമുക്ക് ആക്ടിവിറ്റിയാണ് ചെയ്യിക്കേണ്ടത് അല്ലെ? ചുമ്മാ പോയി ലെക്ചർ ക്ലാസ് എടുത്ത് ഇരുത്തുമല്ല വേണ്ടത്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഇതാണ് നമ്മുടെ ഒരു മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 1 hour ആയിരിക്കും ക്ലാസ്, മൺഡേ ടു ഫ്രൈഡേ. ഇനി ക്ലാസ്സസ് തുടങ്ങുമ്പോൾ നമ്മൾ ഓൺലൈൻ ആണ്. അപ്പൊ അതിൻ്റെതായ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ നമ്മൾ യൂസ്ഡ് ആകുന്നത്. ചിലപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ആദ്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ അതിൻ്റെതായ ഒരു മനസ്സിലാകാതെയൊക്കെ പോകുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നല്ലൊരു ടെക്നിക്കൽ ടീം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് പരസ്പരം സഹായിക്കാം, അറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ? പ്ലീസ്. റെക്കോർഡഡ് ക്ലാസ്സസ് എങ്ങനെയാ കിട്ടാന്നൊന്ന് ഡീറ്റെയിൽ പറഞ്ഞു തരുമായിരിക്കും ഗ്രൂപ്പിൽ? അതൊക്കെ പറഞ്ഞു തരും, ഗ്രൂപ്പിൽ പറഞ്ഞു തരും. നിങ്ങൾക്കിപ്പോ ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. കുട്ടികൾക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാകും, ഒരു അല്ലാതെ ഒരു ചാനലും ഉണ്ടാകും. ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള മെസ്സേജുകളെല്ലാം വരും. മാം നാളെ മുതൽ എത്ര മണിക്കാ ക്ലാസ് ഉണ്ടാവുക? മൺഡേ അല്ലേ പറഞ്ഞിരിക്കുന്നത്? മൺഡേ ആണോ? എന്നാ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്? 2ാം തീയതി തുടങ്ങിയല്ലേ? ഈ ഒരു ടൈം തന്നെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഒഫീഷ്യലി ഇൻഫർമേഷൻ വരും. 12 മണി തുടങ്ങി 1 മണി വരെ എന്നുള്ള ടൈം. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാം. പിന്നെ നമ്മളുടെ കുട്ടികൾ ചെയ്യുന്ന ട്രെയിനീസ് എന്നാണ് വിളിക്കുക, കുട്ടികൾ അല്ലെങ്കിൽ ട്രെയിനീസ് ചെയ്യുന്ന ഒരു കാര്യം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ നല്ലൊരു എൻവിയോൺമെന്റ് ആണ്, വർക്കിംഗ് എൻവിയോൺമെന്റ് ആണെങ്കിൽ അവിടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യും, ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടൈമിൽ എന്നെ ഒന്ന് ഫ്രീ ആക്കാമോ ചെയ്യും. അങ്ങനെ ഒത്തിരി കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാം, റെക്കോർഡ് ക്ലാസ് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടി ആയിരിക്കില്ല. നമുക്കിങ്ങനെ ഫേസ് ടു ഫേസ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന തന്നെയല്ലേ നല്ലത്, അല്ലേ? അപ്പൊ അത് നോക്കുക. അത് പറ്റിയില്ലെങ്കിൽ
പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. റെക്കോർഡ് ക്ലാസ് പറ്റുന്ന സമയങ്ങളിൽ ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അതിപ്പം വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്ക്കണോ അതൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും ക്ലാസ്സിനോട് ഒന്ന് ഫോക്കസ് ചെയ്യാം. കാരണം റെക്കോർഡ് ക്ലാസ് നമ്മൾ മുടങ്ങുമ്പോൾ റെക്കോർഡാണ് കാണുന്നതെങ്കിൽ ആ ഒരു വീക്കെൻഡിൽ തന്നെ അത് കംപ്ലീറ്റ് കേൾക്കുക. കാരണം പെൻഡിങ് വെക്കുമ്പോൾ ഒരു കണക്ഷനും ക്ലാസ്സുമായിട്ട് ഇല്ലാതെ പോകും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ലൈവായിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, കുറച്ച് പേർക്ക് ലൈവ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ലൈവായിട്ട് വരുന്നവർ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ മോണ്ടിസോറി മെത്തേഡ് മ്യൂച്വൽ ഹെൽപ്പ് റെസിപ്രോക്കൽ ഹെൽപ്പ് ആണെന്നുള്ളത്. നിങ്ങൾ അന്നത്തെ ക്ലാസ്സിന്റെ ഒരു ബ്രീഫിംഗ്, നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രൂപ്പ് എന്തായാലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അന്നത്തെ ക്ലാസ്സിന്റെ ബ്രീഫിംഗ് ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അപ്പൊ ക്ലാസ് കേൾക്കാൻ പറ്റാത്തവർക്കും വരാൻ പറ്റാത്തവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും വർക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, ഒരാള് നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അവരോട് ഒരു കമ്മിറ്റ്മെന്റ്, ഇത് റിട്ടേൺ ഗിഫ്റ്റ് അയാൾക്ക് കൊടുക്കണം. ഞാൻ എന്തെങ്കിലും എനിക്ക് പറ്റുന്ന ഒരു ഹെൽപ്പ് ആൾക്ക് കൊടുക്കണം, ആൾക്കല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് പറ്റണം. അത് വേണം. സെൽഫ് ലവ് ആണ്. സെൽഫിഷ്നെസ് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. അതൊന്നും നമുക്കാർക്കും ഇല്ല. അത് നമുക്കിടയിൽ ഇല്ല. പിന്നെ നമ്മളെ ആരെയും പറ്റിക്കാനും പാടില്ല, ആരും നമ്മളെ പറ്റിക്കാനും പാടില്ല. നമുക്ക് റെക്കോർഡുകൾ ഉണ്ട്, 5 റെക്കോർഡ് എഴുതണം നിങ്ങൾ. അതിനകത്ത് കഥ എഴുതാനുണ്ട്, ചെറിയ റൈംസ് എഴുതാനുണ്ട്, ആക്ഷൻ സോങ്സ് എഴുതാനുണ്ട്, പിന്നെ പസിൽസ് എഴുതാനുണ്ടാവും. അങ്ങനെ കുറെ എഴുതാനുള്ളത് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് എഴുതുമ്പോ ഇപ്പൊ പൊതുവെ ഞാൻ കണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും എയോട് പോയി ചോദിക്കുക. വൈവയ്ക്ക് വന്നപ്പോ ഞാൻ ചോദിച്ചു, മാർക്ക് ഞാൻ എക്ക് കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് വരേണ്ടത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത്രയും ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഉണ്ട്. നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റിയാലാണ് നമുക്ക് കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ. നമ്മളെല്ലാം ഗൂഗിളിനോട് ചോദിക്കുന്നു, എയോട് ചോദിക്കുന്നു. എല്ലാരും എയോടാ ചോദിക്കുന്നു. ഒരു കഥ എഴുതാൻ ഒരു തീം കൊടുക്കുമ്പോൾ തീം അങ്ങ് എക്ക് കൊടുക്കും. ഒരു കഥ പറഞ്ഞിരുന്നത് കോപ്പി ചെയ്ത് എഴുതുന്നു. ശരിക്കും നമ്മളാണ് അവിടെ എഫേർട്ട് ഇട്ടത്. നമുക്ക് തോന്നുന്നു, ഞാൻ ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ഞാനും ഒന്നും എഴുതാത്ത ഒരാളായിരുന്നു, എനിക്കും ഭയങ്കര സംശയമായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ എഴുതാനിരുന്നപ്പോ നമ്മുടെ മനസ്സങ്ങോട് ഭയങ്കരമായിട്ട് എന്താ പറയുക, മഞ്ഞ് പോലെ ആവുമോ, എന്തോ ഒരു കുളിർമയൊക്കെ വന്നിട്ട് നമുക്ക് വരുവോ ഓരോന്നും എഴുതാൻ. ഭയങ്കര രസമുള്ളതൊന്നും അല്ലെങ്കിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. കാരണം വേറെ എവിടെയും വായിക്കാത്ത കഥകളൊക്കെ എഴുതി വെക്കുന്നതേ നമ്മള്. അതൊന്ന് നോക്കുക. അതൊക്കെ ഇനി ഇപ്പൊ തുടക്കത്തിലൊന്നുമല്ല, നിങ്ങളൊരു മോണ്ടിസോറി മെത്തേഡൊക്കെ ആയി വരുമ്പോഴാണ് റെക്കോർഡൊക്കെ എഴുതാൻ പറയുന്നത്. ഓക്കെ, എന്ത് കൺസേൺ ഉണ്ടെങ്കിലും അറിയിക്കുക, എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയിക്കുക. ടെക്നിക്കൽ സൈഡ് ഈ നമ്മുടെ സൈഡിലും പ്രശ്നങ്ങൾ വരാം, നിങ്ങൾ ഇരിക്കുന്ന അവിടെ റേഞ്ചിന്റെ ഇഷ്യൂ കൊണ്ടും പ്രശ്നങ്ങൾ വരാം. അതോർത്ത് ടെൻഷനൊന്നും ആവണ്ട. അതൊക്കെ നമ്മൾ ഒരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോഴേക്കും അതൊക്കെ നമുക്ക് ഇപ്പൊ വീട്ടിൽ തന്നെ റേഞ്ച് കിട്ടുന്ന ഭാഗം നമ്മൾ തന്നെ കണ്ടുപിടിക്കും. അവിടെ തന്നെ നമ്മൾ ഇരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഓക്കെ, എനിക്ക് പ്ലസ് ടു ആണുള്ളത്. എനിക്ക് പ്ലസ് ടു ആണുള്ളത്. ഞാൻ എടുത്തേക്കുന്നത് PG ഡിപ്ലോമയാണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് ഇല്ല. ഞാൻ ചോദിച്ച മാഡം ഇങ്ങനെയാ പറഞ്ഞത്, ആർക്ക് വേണമെങ്കിലും എടുക്കാം അങ്ങനെയാ പറഞ്ഞത്. പ്ലസ് ടു ഉള്ളവർക്ക് കൺഫേം ചെയ്യട്ടെ. കാരണം ഞങ്ങൾ പഠിക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ PG ഡിപ്ലോമയാണ് ഞാൻ ചെയ്തത്. PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാ പോയത്. അത് ജയദേവ് സാർ വരുമ്പോ നിങ്ങളൊന്ന് കൺഫേം ചെയ്യും കേട്ടോ. കാരണം എനിക്ക് ആ ഒരു കാര്യത്തില് ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്, ഞാൻ അതൊന്ന് വെരിഫൈ ചെയ്യാം. ബുക്ക് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, PGയുടെ ബുക്കാണ് വന്നിരിക്കുന്നത്. മോഡ്യൂളിന്റെ ബുക്ക് ഉണ്ട്. എനിക്ക് പ്ലസ് ടു ഉള്ളത്. അപ്പൊ എന്നോട് ഇങ്ങനെ എടുക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ എടുത്തത്. അപ്പൊ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ കേട്ടോ. 10th +2 ക്വാളിഫിക്കേഷൻ ആണ് ഡിപ്ലോമയ്ക്ക് ഉള്ളത്. 10th കഴിഞ്ഞു എന്നൊരു മെസ്സേജ് വന്നോണ്ട് ഞാനത് പറഞ്ഞതാ. ഈ അബുൾ എന്ന് കാണുന്ന ആ പ്രൊഫൈൽ എന്തോ ചോദിക്കാൻ വന്നോ? ക്ലിയർ ആവുന്നുണ്ടായില്ലേ? മാം, ഞാന് സ്കൂളില് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തിങ്കളാഴ്ച തൊട്ട് ഇങ്ങനെ ലൈവായിട്ടുള്ള ക്ലാസ്സിൽ കയറാൻ ബുദ്ധിമുട്ടാവും. 12 മണി തൊട്ട് 1 മണി വരെ അല്ലേ.
അപ്പൊ മാമിന്റെ ക്ലാസ് അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടിയെന്നാ ഞാൻ ചോദിക്കാൻ വന്നത്. ഓക്കെ, നമുക്ക് റെക്കോർഡ്സ് ഉണ്ടാവും. ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിറ്റേന്ന് മോർണിംഗ് തന്നെ നിങ്ങൾക്ക് ആ റെക്കോർഡിംഗ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ ഓക്കെ. അത് നിങ്ങളുടെ ഒരു ചാനൽ ഉണ്ടാവും, ചാനലിൽ വരാം, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് തരും കേട്ടോ, എങ്ങനെയാണ് റെക്കോർഡ് ക്ലാസ് എന്നുള്ളത്. ആ ഓക്കെ ഓക്കെ. ഷെമീമ, ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഞാൻ വരാം. ജെസ്സി എന്തോ ചോദിച്ചല്ലോ, പറയൂ. 5 സബ്ജക്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 5 സബ്ജക്റ്റും പല ടീച്ചേഴ്സ് ആണോ എടുക്കുന്നത്? ഇംഗ്ലീഷ് പിന്നെ ബാക്കി 3 ടീച്ചേഴ്സോ 4 ടീച്ചേഴ്സോ കാണും. അതിപ്പോ ഡിസൈഡ് ചെയ്തിട്ടില്ല ആരാക്കിയാണ്. ഒരു ക്ലാസ്സിൽ ഞാൻ വരും. ഷെബീമ പറഞ്ഞോളൂ. ഷെബീമ എന്തോ ചോദിക്കട്ടെ? ഷഫീറ ഷഫീറ മ്യൂട്ട് ചെയ്യാമോ? ഷെബീമ എന്താന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഷഫീറ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഷെമീമ പറഞ്ഞോളൂ. എനിക്ക് ബുക്സ് കിട്ടിയിട്ടില്ല, അപ്പൊ അതെങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ബുക്സിന് പറഞ്ഞിട്ടില്ലേ? ബുക്സ് എന്തായാലും എല്ലാരും വാങ്ങണല്ലോ. ഞാൻ പറഞ്ഞിരുന്നു ബുക്സ് വേണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവര് കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, എന്തായാലും വരും. ഷമീമ കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, ഷമീമയെ കോണ്ടാക്ട് ചെയ്യുന്ന ആളില്ലേ ഓഫീസിൽ? PRA ഒന്നുകൂടി കോണ്ടാക്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് സ്റ്റാറ്റസ് നോക്കാം, എല്ലാ കുട്ടികൾക്കും കൊടുത്ത് കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഓരോന്നായിട്ട് അറ്റാച്ച് ആയിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയില്ലല്ലോ. ഷഫീർ എന്താ പറഞ്ഞേ? പറയൂ. ഇല്ല മാം, ഞാൻ അറിയാതെ അൺമ്യൂട്ട് ആയി പോയത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ 12 to 1 ആണ് ക്ലാസ്സിന്റെ ടൈം ഇപ്പൊ തന്നിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും. ഇതുവരെയും ഒന്നും പറഞ്ഞു കേട്ടില്ല. പിന്നെ ബുക്സ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും. പിന്നെ ക്ലാസ്സും വർക്കുകളും പെൻഡിങ് ആകാതെ ഒന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പെൻഡിങ് ആയാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാവും. നമ്മൾക്കും അവസാനം വിഷമാവും. വൈവേക്കെ ടൈം ആവുമ്പോഴേ ഒന്നും ചെയ്യാണ്ട് വരുന്നു എന്നൊക്കെ കാണുമ്പോഴേക്കും ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നും. ലൈക്ക് മാർക്ക് എന്തായാലും ഒരു ക്രൈറ്റീരിയ, ചെയ്തവരും ചെയ്യാത്തവരും തമ്മിൽ എന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. സെപ്പറേറ്റ് നോട്ടുകൾ ഉണ്ടാവോ അതോ ടെക്സ്റ്റിൽ തന്നെയാണോ? നിങ്ങൾക്ക് PDF അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു റെഫറൻസ് ആണ്. നമുക്ക് മോണ്ടിസോറി മെത്തേഡ് ഒരു ബുക്കിനെയോ ഒരു സിലബസിനെയോ ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല. എപ്പോഴും തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയാം. നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം നമ്മുടെ നോളജ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അതിൽ കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അത് പറയുന്നത്. പിന്നെ ഇതൊരു റെഫറൻസാ. അതിലെ പല കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ തന്നെ നോട്ട്സ് എഴുതണം. ക്ലാസ്സിൽ അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നോട്ട് എഴുതി വെക്കണം. പിന്നെ അതിന്റെ കുറച്ച് ഇൻഫർമേഷൻസ് വരുന്ന ചില ലിങ്കുകൾ ഷെയർ ചെയ്യുമ്പോൾ ആ ലിങ്ക് പോയി നോക്കി അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ എടുത്തിട്ട് അത് നിങ്ങളൊരു എന്താ പറയുക ഒരു റിസോഴ്സ് ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. നമുക്ക് നോട്ട്സ് ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യില്ല. നോട്ട്സ് മറ്റു ടീച്ചേഴ്സിന്റെ കാര്യം എനിക്കറിയില്ല. എന്റെ അത് ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് നോട്ട്സ് തരില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിന് പിന്നെ കംപ്ലൈന്റ്സ് ഉണ്ടാവില്ല. നോട്ട്സ് വേണ്ടാന്ന് തന്നെ നിങ്ങൾ പറയും. അത് ജെസ്സി മാം എടുക്കുന്ന സബ്ജക്റ്റിന്റെ പേരെന്താണ്? ഞാൻ മോണ്ടിസോറി മെത്തേഡ് വരുന്ന 4 സബ്ജക്റ്റ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. നമുക്ക് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡ്യൂൾ 1-നെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മോഡ്യൂൾ 1-ലെ ഫസ്റ്റ് പാർട്ടില് 8 യൂണിറ്റ് ഉണ്ട്. അത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്. അതൊരു സബ്ജക്റ്റ് ആണ് നമുക്ക്. അതിൽ 8 യൂണിറ്റ് വരും. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അതിൽ വരുന്നതാണ് നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം, കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ, അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ്, പ്രിവെൻഷൻ, പിന്നെ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, ഫസ്റ്റ് എയ്ഡ്, ഒരു
ഫസ്റ്റ് എയ്ഡ്, അതായത് നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഓടി വീഴും, പൊള്ളലുണ്ടാകാം, പല പല വെള്ളത്തിൽ മുങ്ങാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും അഡീഷണലി ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പൊ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഫസ്റ്റ് എയ്ഡാ പറഞ്ഞത്. മനസ്സിലും നമുക്ക് മുറിവുകളേക്കും അല്ലെ, അത് ചിലപ്പോ ഉണങ്ങാൻ വളരെ പ്രയാസപ്പെടും. അപ്പോൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നൊരു ടോപ്പിക്കും കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനായിരിക്കും എടുക്കുന്നത്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ഒരു യൂണിറ്റ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഞാൻ തന്നെ കവർ ചെയ്യും. രണ്ടാമത്തെ പാർട്ട് 2-ല് 10 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 1 തുടങ്ങി 5 വരെ ഒരു സബ്ജക്ട്, 6 തുടങ്ങിയിട്ട് 10 വരെ ഒരു സബ്ജക്ട്സ്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. സബ്ജക്ട് ഏതൊക്കെയാണ്, ഓരോ സബ്ജക്റ്റിലും എത്ര യൂണിറ്റ്സ് വരുന്നു, അതിന് എക്സാമിനുള്ള മാർക്ക്, അങ്ങനെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോ ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഒരു സബ്ജക്ട്. രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് യൂണിറ്റ് 1 തുടങ്ങി 5 വരെ ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ് എക്സാമിന് വരുന്നത്. യെസ്, ടെക്സ്റ്റ് കാണാപ്പാഠം പഠിക്കാനാണോ ഉദ്ദേശം? അങ്ങനെയല്ല മോണ്ടിസോറി മെത്തേഡ്. അത് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ, അതിർത്ത് ടെൻഷൻ ആവണ്ട. പിന്നെ യൂണിറ്റ് 6 തുടങ്ങി 10 വരെ സൈക്കോളജിയാണ്. അപ്പൊ ഒരു കുഞ്ഞിന്റെ ശരീരത്തിന്റെ വളർച്ചയും മനസ്സിന്റെ വളർച്ചയും കുഞ്ഞ് സൈക്കോളജിക്കലായിട്ട് കുട്ടി പെരുമാറുന്നത്, പലപ്പോഴും അവർ ക്രിയേറ്റ് ചെയ്യും ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ. അതൊക്കെ നമുക്കറിയാം. സ്കൂളിൽ റബ്ബർ കളഞ്ഞിട്ടൊരു കുഞ്ഞു വരുന്നു, വീട്ടിൽ വരുമ്പോ വഴക്ക് പറയുന്ന പേടിച്ച് ഭയങ്കര കഥകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പറയൂ അല്ലെ. അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഭയങ്കരമാണ്. ഇതെല്ലാം സൈക്കോളജി പാർട്ടിൽ വരും. പിന്നെ അപ്പൊ നമ്മളൊരു കുട്ടിയെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. അതെല്ലാം മുതിർന്ന മനുഷ്യരിലും ഉണ്ട് അതിൻ്റെതായ പല കാര്യങ്ങളും. അപ്പൊ പാർട്ട് 2-ലെ 2 സബ്ജക്ട് അതാണ് ചൈൽഡ് ഡെവലപ്മെന്റും സൈക്കോളജി. പിന്നെ പാർട്ട് 3 ആണ് നമ്മുടെ മെയിൻ ടോപ്പിക്സ്. മോണ്ടിസോറി മെത്തേഡ്, അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ ഫിലോസഫി, അതെല്ലാമാണ് പാർട്ട് 3-ല് വരുന്നത്. അത് ഇതുപോലെ തന്നെ 10 യൂണിറ്റ്സ് ആണ്. അതിനെയും 5 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 സബ്ജക്റ്റ് ആണ്. പാർട്ട് 4 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. എങ്ങനെയാണ് ഒരു സ്കൂളിന്റെ റൂഫിംഗ് എങ്ങനെയാണ്, ഫ്ലോറിംഗ് എങ്ങനെയാണ്, സ്കൂളിൽ എന്തൊക്കെ ടൈപ്പ് ബോർഡുകളുണ്ട്, സ്കൂളിലെ ടീച്ചർമാർ എങ്ങനെയായിരിക്കണം, പാരന്റ്സിനോട് എങ്ങനെയായിരിക്കണം, കുട്ടികളോട് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളില്ലേ, അത് പാർട്ട് 4 ഒറ്റ സബ്ജക്റ്റ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ 5 സബ്ജക്ട്സ് വരുന്നു. 5 മൊഡ്യൂൾ അല്ല, 5 മോഡ്യൂളല്ല. ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ട് 3 മോഡ്യൂള്. അതിലെ മോഡ്യൂൾ 1-നെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തത് 7 സബ്ജക്ട് വരും. ഒന്നാമത്തെ പാർട്ട് 1 സബ്ജക്ട്, രണ്ടാമത്തെ പാർട്ട് 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ 3 സബ്ജക്റ്റ് ആയി. മൂന്നാമത്തെ പാർട്ടിനെ അഗെയിൻ 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, 5 സബ്ജക്റ്റ് ആയി. നാലാമത്തെ പാർട്ട് 1 സബ്ജക്റ്റ്, 6 ആയി. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണ് 7ാമത്തെ സബ്ജക്റ്റ്, ഒറ്റ സബ്ജക്റ്റ് ആണ് 7. അതോടുകൂടി ഡിപ്ലോമയുടെയും PGയുടെയും കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് കഴിയും. ഈ PGക്ക് 2 സബ്ജക്ട് എക്സ്ട്രാ ഉണ്ട്. മോഡ്യൂൾ 4 ഒരു സബ്ജക്ട്, മോഡ്യൂൾ 5 ഒരു സബ്ജക്ട്. പിന്നെ പ്രാക്ടിക്കൽസ്. PG മെയിൻ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഡിഗ്രി പറയുന്ന ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ടോ? PGയുടെ ടോപ്പിക്കിലാണ്. അതെ, PGയുടെ ടോപ്പിക്കിൽ നമ്മൾ എടുത്ത സബ്ജക്റ്റ് ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ? അതായത് കൊമേഴ്സ് സ്റ്റുഡൻസിന് കുറച്ചുകൂടെ മനസ്സിലാകുന്നേ ഉള്ളൂ. എല്ലാവർക്കും അത് വായിച്ചാൽ മനസ്സിലാകുന്നത്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് PGയിൽ വരുന്ന ഒരു മോഡ്യൂൾ 4. അതായത് നമുക്കറിയാം മാനേജർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ബിസിനസ്സിലല്ലേ റിലേറ്റ് ചെയ്യാറ്. അത് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ മാനേജ്മെന്റ് എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അത് കുട്ടികൾക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു, അവരുടെ എയിം എന്താണ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എയിം എന്താ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മാക്സിമം റിസൾട്ട്, നല്ല ഔട്ട്പുട്ടിൽ കുട്ടികളെ കൊണ്ടുവരണം, അതൊക്കെയാണല്ലോ. അതാണ് ഒരു സബ്ജക്ട് വരുന്നത്. രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. അത് ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആണ്, കുട്ടികളുടെ പാരന്റ്സുമായിട്ട് കണക്റ്റഡ് ആണ്, സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. ആ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് PGയിലെ രണ്ടാമത്തെ സബ്ജക്ട് വരുന്നത്. ഡിപ്ലോമക്കാരും PGക്കാരും ഒരുമിച്ചാണോ ക്ലാസ്? യെസ്, ഒരുമിച്ചാണ്. ലാസ്റ്റ് വരുമ്പോ മാത്രം PGയുടെ സെഷൻ വരുമ്പോ, ഈ PGയുടെ ലാസ്റ്റ് 2 മോഡ്യൂൾസ് അല്ലെങ്കിൽ ലാസ്റ്റ് 2 സബ്ജക്ട്സ് വരുമ്പോൾ ഡിപ്ലോമക്കാർ ഫ്രീ ആകും.
ആ ടൈമിൽ നിങ്ങളുടെ വൈവയൊക്കെ നടക്കും ഡിപ്ലോമ സ്റ്റുഡൻസിന്റെ. നിങ്ങൾ വൈവ കഴിയുമ്പോഴേക്കും PG-ക്കാര് വൈവയ്ക്ക് റെഡി ആയിട്ട് വരും. അങ്ങനെ ആ രീതിയിലാണ് ക്ലാസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു ബാച്ചുകൾക്ക്. മാം വൈവ ഇംഗ്ലീഷിലാണോ? ഇല്ല, വൈവ ഇരിക്കുന്ന ഇപ്പൊ രണ്ടുപേര് തമ്മിലുള്ള ഫേസ് ടു ഫേസ് ആയിരിക്കും, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോ വരുന്ന ട്രെയിനർ ആൻഡ് ട്രെയിനി കേട്ടോ. ട്രെയിനർ ഈ സൈഡില്, ട്രെയിനി അവിടെ. വരുന്ന ട്രെയിനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലർ ഇംഗ്ലീഷിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിച്ചു വരും, അപ്പൊ അവർക്ക് ഇംഗ്ലീഷിൽ തന്നെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു മോക്ക് ഇന്റർവ്യൂ പോലെയാണ്. നിങ്ങളൊരു സ്കൂളിൽ ഇന്റർവ്യൂവിന് പോയാൽ എന്തൊക്കെയാണ്, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും കൂടെ വൈവയിലൂടെ കിട്ടും. സോ മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യും. ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതില്. മാം എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഈ എക്സാം എങ്ങനെയാ, ഓൺലൈൻ ആണോ അതോ ഓഫ്ലൈൻ ആണോ? നമുക്ക് ഓൺലൈനാണ് എക്സാം. നമ്മുടെ മെയിൻ എക്സാമും മോഡൽ എക്സാമും നിങ്ങൾക്ക് ഉണ്ടാകും. മോഡ്യൂൾ 1 കഴിയുമ്പോൾ ഈ സബ്ജക്റ്റുകൾ നമ്മളിപ്പോ 7 സബ്ജക്ട് പറഞ്ഞില്ലേ, ഡിപ്ലോമയ്ക്കും PG-ക്കും കോമൺ ആയിട്ട് 7 സബ്ജക്റ്റും നിങ്ങൾ ഓൺലൈൻ ആയിട്ട് എഴുതണം. അതായത് ആ പറഞ്ഞ ടൈമിൽ തന്നെ, അല്ലെങ്കിൽ സ്കോർ വരില്ല. ഇത് എക്സാം എഴുതുമ്പോൾ നമുക്ക് 2 ഡിവൈസ് ചിലപ്പോൾ വേണ്ടി വരും. അതായത് നമ്മൾ ഇപ്പൊ ഗൂഗിൾ മീറ്റിലായിരിക്കും, ഗൂഗിൾ വീഡിയോ ഓൺ ചെയ്ത് വെക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് വരും, ആ ലിങ്ക് ഓപ്പൺ ചെയ്താണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അതിനെ കുറിച്ച് ഒത്ത് ടെൻഷൻ വേണ്ട. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ഒരു മോക്ക് ടെസ്റ്റ് തരും. അത് എങ്ങനെയാണോ മെയിൻ എക്സാം അല്ലെങ്കിൽ എങ്ങനെയാണോ മോഡൽ എക്സാം, അതുപോലെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് പ്രാക്ടീസ് ആകും. ആ ഒരു ടെക്നിക്കൽ സൈഡിൽ പിന്നെ കൺഫ്യൂഷൻസ് വരില്ല. എനിത്തിങ് എൽസ്? സംശയങ്ങൾ തീരുന്നില്ല അല്ലെ? ക്ലാസ് തുടങ്ങിയാലും നമുക്കിങ്ങനെ കുറെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ ജോലി കുറയും. കാരണം ക്ലാസ്സിലുള്ളവർ തന്നെ മറ്റുള്ളവർക്ക് പറയാൻ കേൾക്കാൻ തുടങ്ങും. റെസിപ്രോക്കൽ ഹെൽപ്പ്, ഫ്യൂച്ചർ. എക്സാം സമയത്ത് ഹലോ പറയൂ. എക്സാം സമയത്ത് നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലേ എന്തോ ചെയ്യും? നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? കാരണം നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പല ടെക്നിക്കൽ ഇഷ്യൂസ് വരാം, പല പ്രശ്നങ്ങൾ വരാം. അപ്പൊ നിങ്ങൾക്കൊരു ജെന്യുവിൻ ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അത് പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യണ്ട. ചാൻസ് കിട്ടാതെ പോവുക അങ്ങനെ അടുത്ത ദിവസം നമുക്ക് എക്സാം കാണുമോ? ആ എക്സാം തന്നെ എഴുതാൻ പറ്റില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഔട്ട് ആയി കഴിഞ്ഞു. പിന്നെ ഒരു മോണ്ടിസോറി മെത്തേഡിൽ ഞാൻ എല്ലാ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, ഓൾവേസ് ബി ട്രൂ ടു യുവർ സെൽഫ്. ആ എക്സാം എഴുതുന്നത് എനിക്ക് വേണ്ടിയിട്ടാ. സോ ഞാൻ എന്നോടൊരു ട്രൂത്ത്ഫുൾ കാണിച്ചാൽ മാത്രമാണല്ലോ കുഞ്ഞുങ്ങള്. ഇപ്പൊ നമ്മള് എക്സാമിൽ ചെറിയൊരു വലിയ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ചെറിയൊരു പ്രശ്നം കാണിച്ചാൽ കുട്ടികൾ നാളെ അത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. സോ ട്രൂ ടു യുവർ സെൽഫ്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഔട്ടായി. സോ നമ്മള് ഇതൊരു ചെറിയൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ നോമ്പ് സമയത്ത് കുറെ കുട്ടികള് ഗൾഫിലേക്ക് പോയി. ഹസ്ബൻഡിന്റെ അടുത്ത് അവധിയൊക്കെ ആയിരുന്നല്ലോ. എക്സാം വന്നപ്പോഴേക്കും 3 പേരേ ഉള്ളൂ ഗൾഫിലേക്ക് പോയവര്. ഇവിടെ നാട്ടിലെ ടൈം അവർക്ക് അവിടെ നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു. നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അവർക്ക് വേറൊരു ടൈമാ കൊടുത്തത്. പക്ഷെ 3 പേർക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പുതിയത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ അത് നമ്മൾ പറഞ്ഞു, അത് മോഡൽ എക്സാം ആയിരുന്നു കേട്ടോ. മെയിൻ എക്സാമിന് നമ്മൾ അങ്ങനെ ചെയ്തില്ല. മെയിൻ എക്സാം ആണെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്യും. മോഡൽ എക്സാം ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണല്ലോ. ബി ട്രൂ ടു യുവർ സെൽഫ്, അത്രയും ഞങ്ങൾ പറഞ്ഞോളൂ. ബാക്കി പിന്നെ അവരുടെ കയ്യിലാണ്. അല്ല, നമുക്ക് അന്നേരം അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുതിയ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. നിങ്ങളുടെ ചാൻസ് പോകുന്നില്ല. നിങ്ങൾക്ക് ടൈമും ഡിലേ ആകാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട്. ഒരു കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് 4th ബാച്ചിലെ ഒരു കുട്ടിക്ക് ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല. പക്ഷെ 5th ബാച്ചിന്റെ എക്സാം അടുത്ത് വരുന്നുണ്ടായിരുന്നു. വേഗം തന്നെ അതിനെ എഴുതിപ്പിച്ചു. അങ്ങനെയൊക്കെ ചെയ്യാം. അടുത്ത ബാച്ചിന്റെ കൂടെ എഴുതാലോ. ടൈം വലിയ ഗ്യാപ്പില്ലായിരുന്നു. കാരണം അതിന്റെ വൈവ കഴിഞ്ഞിട്ടില്ല. വൈവ കഴിഞ്ഞാലല്ലേ മാർക്ക് ലിസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ടൈം ഉണ്ടായിരുന്നു. സോ വേഗം ആ ബാച്ചിന്റെ കൂടെ എഴുതാൻ പാടും. അങ്ങനെ നമ്മള് കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിലൊന്നും, അവരെയൊക്കെ കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് തന്നെയാണ് ഇവിടെ. അതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കണം എന്നില്ല. നമ്മള് ഒരു പരിക്കൻ അന്തരീക്ഷത്തിലും നമ്മൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം.
Yes. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മള് ഇപ്പൊ മാം പറഞ്ഞില്ലേ നമ്മളിപ്പോ KG കുഞ്ഞു കുട്ടികളാണല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ CBSE സിലബസിലെ സ്കൂളുകളിലാണ് പോണെങ്കിലും നമുക്ക് അവിടെ ഇംഗ്ലീഷ് നമുക്ക് അത്യാവശ്യമാണല്ലോ. കാര്യം കുട്ടികളെ സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് നിങ്ങൾ നന്നായിട്ട് തരില്ലേ നമുക്ക്? തീർച്ചയായിട്ടും. കാര്യം പിന്നെ അവർക്ക് ഇപ്പൊ മാഡം പറഞ്ഞല്ലോ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് റൈംസ് എഴുതേണ്ടി വരും, സ്റ്റോറി എഴുതേണ്ടി വരും, നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമല്ലോ നമുക്ക്. ഇപ്പൊ കാര്യം ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ട്രിഗർ ചെയ്യുള്ളൂ. നമ്മൾ ഇവിടുന്ന് ട്രിഗർ ചെയ്യുള്ളൂ, ബാക്കി നിങ്ങളുടെ കഴിവാണ്. പറയാൻ വേണ്ടി ചോദിച്ചു. യെസ്, ഇവിടെ ഒരു കൊച്ചു മെസ്സേജിൽ വന്നു, ഈസ് ദിസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ഇൻ PSC വൺ ടൈം രജിസ്ട്രേഷൻ? സ്മിത, ആക്ച്വലി ഞാൻ കോഴ്സ് കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടേത് വാലിഡിറ്റി ഉള്ളതായിരുന്നു. ഞങ്ങളുടെ US ബേസ്ഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു, നിങ്ങളുടെ കനേഡിയൻ ബേസ്ഡ് സർട്ടിഫിക്കറ്റ് ആണ്. വാലിഡ് ആണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജയദേവ് സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ ഓക്കെ, ദെൻ ഇനിയുള്ള ഡൗട്ട്സ് എല്ലാം നമുക്ക് ക്ലാസ്സിലൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. നമ്മളിങ്ങനെ ഇരുന്ന് നമുക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് വരും. പ്രിപ്പയർ ചെയ്ത് വരും എന്ന് വെച്ചാൽ മെന്റലി പ്രിപ്പയർ ചെയ്ത് വരാം കേട്ടോ, പഠിച്ചിട്ട് വരാന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇസ് ദർ എനി ഡിഫറൻസ് ഫോർ ഡിപ്ലോമ ആൻഡ് PG സർട്ടിഫിക്കറ്റ്? ഡിഫറൻസ് ഓൺലി 2 സബ്ജക്ട്സിലെ ഡിഫറൻസ് ആണ്. പിന്നെ PG ആണെങ്കിൽ നമ്മളൊരു സ്കൂൾ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് പറ്റും. അതിന്റെ അർത്ഥം ഡിപ്ലോമക്കാർക്ക് സ്കൂൾ തുടങ്ങാൻ പറ്റില്ല എന്നല്ല. ബട്ട് ചില സ്ഥലത്ത് ആ ഒരു അങ്ങനെ ലൈസൻസിലെ ഒരു കാര്യം അങ്ങനെ പറയുന്ന കേൾക്കാം. എന്നാലും നമ്മളുടെ പൊട്ടൻഷ്യൽ തന്നെയാണ്. പിന്നെ സ്കൂൾ തുടങ്ങാൻ പോകുമ്പോൾ നമുക്ക് വേറൊരാളുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. PG ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും എങ്ങനെയാണ്. വാലിഡ് ഇൻ PSC ആ ഒരു വിവരം ജയദേവ് സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. സാറ് വരും ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസും സാറ് ക്ലിയർ ചെയ്ത് തരും. റിഗാർഡിങ് PSCക്ക് പറ്റുമോ, പിന്നെ ഇതിന്റെ വാലിഡിറ്റി, എവിടെയെല്ലാം ജോബിന് അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞുതരും. ഓക്കെ, ദെൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു മാം. Bye. Have a nice day. താങ്ക് യു. Stay safe. മഴയത്തൊന്നും Stay പോണ്ട. safe. താങ്ക് യു. താങ്ക് യു മാം.